നിമിഷങ്ങൾക്കകം പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെയും മറ്റ് തിരുമേനിമാരെയും വിശിഷ്ട അതിഥികളെയും വൈദികരും ശമാശന്മാരും ചേർന്ന് സ്വീകരിച്ച് പള്ളിക്കകത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അവരോട് വന്നതിന് ശേഷം കാതോലിക്കേറ്റ് മാർച്ചും ആരംഭിക്കുന്നതാണ്. കാതോലിക്കേറ്റ് മാർച്ചിൽ പങ്കെടുക്കാനായിട്ട് നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ളതായ എല്ലാവരും ഭദ്രാസന ഓഫീസിൽ സമ്മേളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഉടനെ തന്നെ നമ്മുടെ പ്രോഗ്രാംസ് ആരംഭിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട വൈദികരെല്ലാവരും തന്നെ പരിശുദ്ധ ബാവ തിരുമേനിയെയും മറ്റും സ്വീകരിക്കാനായിട്ട് സ്വീകരണ മുറിയിൽ എത്തിച്ചേരണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഹലോ മൈക്ക് ചെക്ക്. ഹലോ 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 മൈക്ക് ചെക്ക്. ഹലോ 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 ചെക്ക്. നമ്മൾ മാത്രം പറയാൻ നിൽക്കുന്നു. हम लोग നമ്മൾ അച്ഛൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് സെക്കൻഡ് ചേർക്കാനായിട്ട്. ഞാൻ പറയുന്ന हेलो माइक चेक. हेलो 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 माइक चेक. हेलो हेलो चेक. हेलो 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 हेलो
എനിക്ക് മാർക്കിങ്സ് ഒന്നും ഇല്ലല്ലോ അതിനകത്ത്. ഇത് മതി അപ്പോയിൻമെൻറ്റ്. പരിശുദ്ധ ബാബ തിരുമേനിയും വന്യപ്രധാനന്മാരെയും വിശിഷ്ടാതിഥികളെ ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആരംഭിക്കുന്നു. ഏവരും എഴുന്നേറ്റ് നിൽക്കുന്നവരെല്ലാം സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു.
स्वागत हो हे धन्य पिता കാതോലിക്കേറ്റ് മാർച്ച് ബോംബെ ഭദ്രാസനത്തിലെ മലങ്കര ഓർത്തഡോക്സ് മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സും ബോംബെ ഭദ്രാസന കൗൺസിൽ മെമ്പേഴ്സും മറ്റ് ആധ്യാത്മിക സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കുന്ന കാതോലിക്കേറ്റ് മാർച്ച് കാതോലിക്കേറ്റ് പതാക ഏന്തിക്കൊണ്ട് ഇപ്പോൾ ഈ സമ്മേളന നഗരിലേക്ക് കടന്നു വരികയാണ്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇരിക്കാം. കാതോലിക്കേറ്റ് മാർച്ച് മുമ്പോട്ട് വരും.
നസറാനികളുടെ അഭിമാനസ്തംഭം മാർത്തോമായുടെ സിംഹാസനപതിയാം ബാവാ. നസറാനികളുടെ അഭിമാനസ്തംഭം മാർത്തോമായുടെ സിംഹാസനപതിയാം ബാവാ. പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷത നൽകുന്ന ഈ സ്വീകരണ ചടങ്ങിൽ സംബന്ധിക്കുന്ന സഭാപിതാക്കന്മാർ, കോർപ്പിസ്കോപ്പമാർ, വൈദിക ശ്രേഷ്ഠർ, ഷമ്മാശന്മാർ, സിസ്റ്റേഴ്സ്, സഭകളുടെ പ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക പ്രമുഖർ, ബോംബെ ഭദ്രാസന ഇടവകകളിൽ നിന്നും വന്നു ചേർന്നിട്ടുള്ള എല്ലാ വിശ്വാസി സമൂഹത്തെ कर्तृनामത്തിൽ स्वागतम ചെയ്യുന്നു. हम आपका सबका स्वागत करते हैं. हम आपसे विनती करते हैं कि सभी राष्ट्रगान के लिए खड़े हो जाएं. प्लीज स्टैंड अप फॉर द नेशनल एंथम. भारत माता की We request everyone to kindly keep standing as we will be now led with the prayer song by the Jivandhara choir team, the prayer song, the Lord's Prayer in Syriac. Say
sit down. We now welcome the Diocesan Secretary, also the Vicar of St. Thomas Aramana Church, Vashi, Father Thomas K. Chacko, to give the welcome address. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ കൂർലോസ് തിരുമേനി, അഭിവന്യ മാർ തോമസ് ഇലവനാൽ പിതാവ്, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും AICC ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ഉമ്മൻചാണ്ടി, നമ്മുടെ MLA ശ്രീമതി മന്ദ മാത്രേ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ജസ്റ്റിസ് ബെഞ്ചമിൻ ഘോഷി സാർ, വന്യ കോർപ്പിസ്കോപ്പ അച്ഛന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട ഷമ്മാശന്മാരെ, സിസ്റ്റേഴ്സ് സഭാ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെ, സ്വീകരണ കമ്മിറ്റി അംഗങ്ങളെ, ദൂരത്തും ചാരത്തുമായി ഈ സമ്മേളനം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുമേ, മാനവരാശിയുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനുമായി സ്വർഗത്തിൻ്റെ മഹിമമടിഞ്ഞ് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച നമ്മുടെ കർത്താവും ദൈവവുമായ യേശു ക്രിസ്തു ഏൽപ്പിച്ച സുവിശേഷ ദൗത്യവുമായി ഭാരതത്തിലെത്തിയ അപ്പോസ്തലനായ മാർ തോമാസ് ശ്ലീഹായാൽ AD 52 സ്ഥാപിതമായതും ശ്ലൈഹിക പിന്തുടർച്ചയും സുറിയാനി ആരാധനാ പാരമ്പര്യവും ഭാരതത്തിൻ്റെ തനതായ സംസ്കാരവും ഉൾക്കൊണ്ടുകൊണ്ട് സ്വതന്ത്രവും സ്വയശീർഷകത്വവും പൗരാണികതയുമുള്ള ഭാരതത്തിൻ്റെ ദേശീയ സഭയായും അതേസമയം ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നതിനാൽ ആഗോള സഭയായും വളർന്നിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ 1976 രൂപീകൃതമായ ഭദ്രാസനമാണ് ബോംബെ ഭദ്രാസനം. ബോംബെ ഭദ്രാസനം അതിൻ്റെ സുവർണ ജൂബിലിയിലേക്ക് അടുത്തു വരുന്ന ഈ അവസരത്തിൽ അതിന് മുന്നോടിയായി ഭദ്രാസനത്തിൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള 5 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ കർമ്മ പദ്ധതികൾ കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ കാവൽ പിതാവായ പരിശുദ്ധ മാർ തോമാസ് ശ്ലീഹായുടെ 1950 ഓർമ്മ പെരുന്നാളും പാവങ്ങളുടെ അപ്പോസ്തലനായ അഭിവന്യ അൽവാറീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയുടെ ഓർമ്മ പെരുന്നാളിൻ്റെ ശതാബ്ദിയും ബോംബെ ഭദ്രാസനത്തിൻ്റെ ശില്പിയും നമ്മുടെ പിതാവുമായിരുന്ന അഭിവന്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിൻ്റെ 25ാം വാർഷികവും ആചരിക്കുന്ന ഈ വർഷം തന്നെ പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ്റെ സാന്നിധ്യവും അനുഗ്രഹങ്ങളും ബോംബെ ഭദ്രാസനത്തിന് കൂടുതൽ ഉന്മേഷവും ഉത്തേജനവും നൽകുന്നതാണ്. അതോടൊപ്പം അഭിവന്യ ഡോക്ടർ തെയോഫിലോസ് തിരുമേനിയുടെ നാമധേയത്തിൽ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് നൽകുന്ന ഡോക്ടർ മാർ തെയോഫിലോസ് അവാർഡ് വിതരണവും ഭദ്രാസനത്തിൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ഭാരതത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭദ്രാസന അംഗങ്ങൾക്കും ഭദ്രാസനത്തിൻ്റെ സമഗ്ര വികസനത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ചുരുക്കം ചില വ്യക്തികൾക്കും അവാർഡ് വിതരണവും പുതുതായി നാം ആരംഭിക്കുന്ന തെയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഈസ്റ്റേൺ സ്റ്റഡീസിൻ്റെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും പരിശുദ്ധ പിതാവിൻ്റെ കരങ്ങളാൽ നടത്തപ്പെടുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാഭാഗ്യമാണ്. നമ്മുടെ പിതാവായ അഭിവന്യ കൂർലോസ് തിരുമേനിയുടെ സ്വപ്ന പദ്ധതിയായ ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയിൽ സന്യാസ പ്രസ്ഥാനം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി സന്യസ്തരായ 10 വൈദികരും 2 കന്യാസ്ത്രീകളും ഒരുമിച്ച് നാളെ പരിശുദ്ധ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ഓർത്തെടുക്കുന്നതും ഭദ്രാസനത്തിൻ്റെ മറ്റൊരു നാഴികക്കല്ലാണ്. പരിശുദ്ധ ബാബാ തിരുമേനിക്ക് ബോംബെ ഭദ്രാസനം നൽകുന്ന ഈ സ്വീകരണ സമ്മേളനത്തിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനും പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, ശ്രേഷ്ഠനായ ഗുരു, നിഷ്ഠയായ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉടമ, നൈപുണ്യമുള്ള ഭരണാധികാരി, സഹോദരൻ പദ്ധതി ഉൾപ്പെടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ കർമ്മ പദ്ധതികളുടെ അമരക്കാരൻ എന്നീ നിലകളിൽ വിളങ്ങുന്ന പരിശുദ്ധ പിതാവേ, അങ്ങയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ മലങ്കര സഭയുടെ ബോംബെ ഭദ്രാസനത്തിൻ്റെ മക്കൾ ഒന്നാകെയുണ്ടോ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ വാതിലും ഭാരതത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ മഹാനഗരത്തിലേക്കും ഈ മഹാസമ്മേളനത്തിലേക്കും അങ്ങേ ഭക്തിയാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ബോംബെ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്തായും ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനുമായ അഭിമന്യ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി തന്റെ മുൻഗാമികൾ നൽകിയ സുവിശേഷ ദൗത്യത്തെ തന്റെ ഹൃദയത്തോട് ചേർത്ത് ഏറ്റെടുക്കുകയും പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി നമ്മുടെ ഭദ്രാസനത്തെ നേർവഴിയിൽ നയിക്കുകയും ചെയ്യുന്ന അഭിമന്യ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തായെ വളരെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി അവർകളാണ്. മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ ജനസമ്പർക്ക പരിപാടിയിലൂടെ സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുകയും UN അവാർഡ് നേടുകയും അതിവേഗം ബഹുദൂരം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായി പരിശുദ്ധ സഭയുടെ ആത്മീയ പുത്രനുമായ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ വളരെ ആദരപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സീറോ മലബാർ സഭയുടെ കല്യാൺ രൂപതയുടെ അധ്യക്ഷനും ബോംബെ ഭദ്രാസനത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ സജീവ സാന്നിധ്യവും സൗമ്യതയുടെ പ്രതിരൂപവുമായ അഭിമന്യ മാർ തോമസ് ലെവനാൽ പിതാവ് ഇന്ന് തൻ്റെ ഭദ്രാസനത്തിലെ പല പ്രോഗ്രാമുകളും നീട്ടിവെച്ച് ഈ സമ്മേളനത്തിൽ പരിശുദ്ധ പിതാവിനെ അനുമോദിക്കുവാൻ എത്തിയിരിക്കുകയാണ്. അഭിമന്യ ലെവനാൽ പിതാവിനെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഏകനാഥ് ഷിൻഡേജി മന്ത്രി അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏകനാഥ് ഷിൻഡെ ഈസ് എ ക്യാബിനറ്റ് മിനിസ്റ്റർ ഓഫ് അർബൻ ഡെവലപ്മെന്റ് ആൻഡ് പബ്ലിക് വർക്ക്സ് in government of Maharashtra, is an important and senior leader in the Shiva Sena. His political career graph began in 1997 when he was elected to the Thane Municipal Corporation with handsome majority. By 2001, he became leader of the House and quickly achieved greater glory by being elected to the Maharashtra Legislative Assembly in 2004, 2009, 2014, and 2019. He has held several important portfolios in the government, including Cabinet Minister of PWD, Leader of Shiva Sena Party, Cabinet Minister of Public Health and Family Welfare, and now Minister of Urban Development and Public Works and Guardian Minister of Thane District. He has been a dynamic leader and a man of action. He was instrumental in getting approved 2 very important projects for Thane city, namely cluster development and Thane Metro. There are a lot of things to be said about Shindeji, but due to lack of time, let me cut short. Ladies and gentlemen, please welcome Sri Eknath Shindeji, Honorable Minister, to this program. ബഹുമാനപ്പെട്ട MP ശ്രീ രാജൻ വിചാരേജി അദ്ദേഹവും അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജൻ വിചാരേജി is a senior politician and a Shiva Sena member of Parliament representing Thane in the 17th Lok Sabha. He has also previously been a member of the Maharashtra Legislative Assembly during 2009-2014. Vijayaji has been associated with the Shiva Sena right from his early days. He has always been a very helpful leader, ready to hear the problems of the people, irrespective of the region, caste, or language. Sir, we are happy with your presence today and heartily welcome you to this meeting. Sri Mandaji Matre MLA is a veteran politician from Navi Mumbai. Mandaji is a people's leader and despite her very busy schedule, always willing to hear people and respond to their needs. She has held various political posts and positions and is currently MLA from Belapur constituency. She was also elected as member of Maharashtra Legislative Assembly from Belapur constituency in the year 2014. Most importantly, Manda Matreji has been a social worker to whom people can have access with their problems. She was ever willing to help. Madam, we are very lucky to have you with us in this program and heartily welcome you. ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ കോശി സാർ നമ്മുടെ മലങ്കര സഭയുടെ അരിമസന്ധാനമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ കേരളത്തിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നു. YMCയുടെ നാഷണൽ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ പാറ്റ്ന ഹൈക്കോർട്ടിൻ്റെ
മുൻ ചീഫ് ജസ്റ്റിസായിട്ടും കേരള ഹൈക്കോടതിൻ്റെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി സാറിനെ വളരെ ആദരപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We also have great pleasure in welcoming our local corporators, Sri Avinash Lad, Sri Kishore Patkar, and Sri Vaibhav Gaikwad, who have always been very helpful whenever we need their help. Welcome you all, sir. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ശ്രീ ചാണ്ടി ഉമ്മൻ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നു. ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മനെയും ആദരപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭാരതത്തിൻ്റെ നിയമമേഖലയിൽ തൻ്റെ കയ്യൊപ്പ് എഴുതി ചേർത്ത അധ്യാപകനും എഴുത്തുകാരനും ലീഗൽ അഡ്വൈസറും MOCCBയുടെ എഡ്യൂക്കേഷൻ ബോർഡ് ഡയറക്ടറുമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ CJ സാമുവൽ സാറിനെയാണ് ഈ വർഷത്തെ ഡോക്ടർ തെയോഫിലോസ് അവാർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ ആദരപൂർവ്വം സാമുവൽ സാറിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തോമസ് മ്യാലച്ചൻ ഈ സ്വീകരണ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട തോമസ് മ്യാലച്ചനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസനത്തിൻ്റെ സുവർണ ജൂബിലി പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ഭദ്രാസന അംഗങ്ങളെ ഇന്ന് നാം ആദരിക്കുകയാണ്. മിസ്റ്റർ അബി കുരുള, നാഷണൽ സെലക്ടർ ആൻഡ് ജനറൽ മാനേജർ ഓഫ് BCCI, Dr. Mathai Givargis Vaidyan, the Deputy Managing Director of State Bank of India and Senior Advisor to the Tata Trust, Mrs. Alice Givargis Vaidyan, the First Lady Chairman and Managing Director of General Insurance Corporation of India and an Independent Director on the boards of Air India, Tata Life and Tata General Insurance Companies, Mrs. Mini Aip, the Managing Director of Life Insurance Corporation of India. ഈ 4 പേരെയും വളരെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസനത്തിൻ്റെ സുവർണ ജൂബിലി പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ഭദ്രാസനത്തിൻ്റെ ഉന്നമനത്തിനായി ക്ഷീണം പ്രവർത്തിച്ച ചില വ്യക്തികളെ ഇന്ന് നാം ആചരിക്കുകയാണ്. വെരി റവറൻ PM മാത്യൂസ് കോർപ്പിസ്കോപ്പ ബറോഡ, വെരി റവറൻ CV കുറിയാക്കോസ് കോർപ്പിസ്കോപ്പ പൂനെ, റവറൻ ഫാദർ ജേശുദാസൻ പുത്തേത്ത്, മിസ്സസ് സാറ പോത്തൻ ദാദർ, മിസ്റ്റർ ജോയ് K. വർഗീസ് ദാദർ, മിസ്റ്റർ എബ്രഹാം ബേബി മലാഡ്, മിസ്റ്റർ MT കൊച്ചുകുഞ്ഞ് പവായ്, മിസ്റ്റർ MB എബ്രഹാം മുളണ്ട്, മിസ്റ്റർ RT തോമസ് അന്തേരി, മിസ്റ്റർ VC ജോൺ വാശി, ഏവരെയും വളരെ അധികം സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന പത്രപ്രവർത്തകരെയും വന്യ കോർപ്പിസ്കോപ്പമാർ, വൈദിക ശ്രേഷ്ഠർ, ശമാശന്മാർ, കന്യാസ്ത്രീകൾ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, പരിശുദ്ധ ബാവാതിരുമേനയുടെ സ്വീകരണ കമ്മിറ്റി അംഗങ്ങൾ, ഈ പ്രോഗ്രാം ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്ന ഗ്രിഗോറിയൻ TVയുടെ പ്രവർത്തകർ, ഭദ്രാസനത്തിൻ്റെ വിവിധ ദേവാലയങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശ്വാസ സമൂഹം, ദൂരെയിരുന്ന മാധ്യമങ്ങളിലൂടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏവരെയും വളരെ സ്നേഹത്തോടെ ഈ മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Jesus spoke unto them, saying, Thank you, Reverend Father Thomas K. Chakwachan, for the welcome address. Now, we invite all your attention onto the screen to view a documentary display. The Diocese of Mumbai stands on the threshold of its golden jubilee. Let's cast our mind back. Let's watch this with gratitude to God for what He has done. taking charge as the metropolitan. Jesus spoke unto them, saying, All power is given unto me in heaven and in earth. Go ye therefore and teach all nations. The disciples of our Lord Jesus Christ traveled to different parts of the world to spread the word, and St. Thomas, the apostle of Christ,
came to the Malabar coast of India in the year 52 AD. His Grace Alvarez Mar Julios, consecrated on 29 July 1889, took over responsibilities of outside Kerala and Ceylon provinces. His Grace's humble work laid the foundation for Malankara Orthodox Church in many parts of India. His Grace Alexios Mar Theodosius, taking charge as the Metropolitan of outside Kerala Diocese in 1938, gave a big boost to the growth of the church outside Kerala. Mar Theodosius was instrumental in starting the outside Kerala mission, training a group of priests and appointed them to important cities in India and outside. At the turn of the century, and particularly after the First World War, the members of the Malankara Orthodox Syrian Church began to migrate to Mumbai, formerly known as Bombay, for livelihood and business opportunities. As the community members increased, the need for a worshipping place and a priest to look after the spiritual need of the community was very much felt. Consequently, Reverend Father Thomas Kutatuila, then Vicar of Alleppey, celebrated Holy Kurbana in St. Mary's Church, Parel, in 1943. In 1951, St. Mary's Orthodox Syrian Church in Dadar was consecrated by His Holiness Moran Mar Baselios Givargis II. Mrs. Achama John Matai deserves special mention as she spearheaded the church building committee as its chairperson and was instrumental in not only collection of funds but also in securing a plot of land from Bombay Municipal Corporation. Since then, large number of Orthodox Christians have moved to Mumbai and outside India, and consequently our churches grew and spread to other places. In 1960, His Grace Matthews Mar Athanasius, who was later elevated as the Catholicos of the Malankara Church, took over as the Metropolitan of outside Kerala Diocese. Bombay Diocese came into existence in 1976 with His Grace Dr. Thomas Mar Makarios becoming the first Metropolitan of Bombay. In 1979, late lamented His Grace Philippos Mar Theophilus, the Metropolitan of Angamali Diocese, took charge as the Metropolitan of Bombay Diocese. This resulted in multifarious growth of the diocese. Known as the Ambassador of the Malankara Church, this irreplaceable personality becoming the chief of the Bombay Diocese resulted in its growth in leaps and bounds. Several churches and attached schools as well as social service institutions were established by Theophilus Tirmeni, and thus he is known as the architect of the transformed Bombay Diocese. In 1991, His Grace Givargis Mar Kurilos joined as the Assistant Metropolitan, Bombay Diocese. Kurilos Tirmeni was closely associated with Theophilus Tirmeni and gained a clear perception of Theophilus Tirmeni's ideas and vision. Since 2002, His Grace Givargis Mar Kurilos has been steering Bombay Diocese and it grew with renewed vigor. His Grace focused on implementing the vision and dreams of Theophilus Tirmeni. Today, Bombay Diocese, from humble beginnings, has grown into a community of high social, cultural and economic standing. In addition to the spiritual awakening of the church members through the 58 churches, various educational and other institutions have been set up which has taken the diocese to the forefront of society. St. Thomas High School at Kalyan was started in 1968. This school is today a sought-after school in Kalyan with a strength of around 1660 students, imparting high-quality education. We have since come a long way. In 1986, a school building was purchased on leave from Sidco in Vashi. Due to its excellent credentials, the school today has grown exponentially into a 7,500 plus student leading educational institution in Navi Mumbai called St. Mary's Multipurpose High School and Junior College. The institution focuses on holistic development of children and has achieved excellent academic results as well as glory in extracurricular activities. The 3-story Vashi Aramana building with a church, bishop's residence, residences for visiting priests, conference hall, etc. got ready in 1989.
The Aramana was consecrated by His Beatitude Matthews Mar Kyrillos Catholicos Designate and was inaugurated by the then Governor His Excellency Shri Brahmananda Reddy. In Valsad, Gujarat, we started a school in 1998 which today has about 1100 students who are imparted with good education in the English medium. In 2000, an ICSE school was started in Kopar Khairane, which has turned out as a beautiful performance-oriented school with about 1850 students. In 2015 as well as in 2018, this school holds the prestigious honor of having its students become the global toppers in ICSE exams. Such a feat is a rare achievement for any ICSE school in the country and a feather in the cap of our diocese. In 2003, taking into consideration the MOCCB management's experience in running good schools, the JNPT management requested us to take up and run their school in the JNPT residential area, which we have transformed into a sought-after school in that area. The St. Mary's JNP school, with around 1550 students, churns out excellent results in academic as well as non-academic pursuits. In remembrance of the late lamented Theophilus Tirmeni, we started the Mar Theophilus ICSE school in Dhanori, Pune in 2004. This school has turned out into a school with high levels of achievements and has around 1540 students. Our first entry into higher education served by the acquisition of Western College of Commerce and Business Management with around 1500 students and Indira Institute of Business Management with about 210 students at Sanpada has become a feather in our cap. We have recently started the Mar Theophilus Institute of Management Studies for PGDM courses, offering the latest courses and subjects of current relevance. Construction work for a new CBSE school at Khopoli is in full swing, and first phase should be ready in 3 to 4 months. This school is being set up with the intention of catering to the growing population in and around Khopoli with affordable, good quality education. The pre-primary section has already started functioning. Similarly, we have started a pre-primary school in Dhule. The children from the Turbhe slum area have very little opportunities for getting decent education, mainly on account of affordability and a lack of motivation. The diocese started the St. Mary's Tejaswani School in 2004, specifically to ensure these children get proper education. Around 400 students enrolled in this school are provided free education, transportation, uniform, books and snacks. The upliftment of the children belonging to the lower strata of society is our objective in this. We also encourage women in the Turbhe slum area to be self-reliant, and a free 6-month tailoring certificate course is conducted. Every year, more than 50,000 new cancer patients visit the Tata Hospital at Parel. A majority of these people are from other parts of the country and belong to the weaker sections of society. As part of charitable activities of the diocese, we have started the Mar Theophilus Ashraya Bhavan for the cancer patients and their relatives in Nerul at a cost of more than 3 crore. Annually, the Ashraya Bhavan shelters around 1,000 economically weak cancer patients by providing free lodging, food and transport. A center for the street children is ready at Kalamboli, Navi Mumbai, where we have purchased some land on lease from CIDCO. The center will begin functioning soon. Providing nourishment and medical aid for TB-afflicted children in Turbhe is another social activity undertaken by us. These children are provided with nutritious food including eggs, milk, etc. Every Saturday, around 150 bystanders of patients who are admitted at the NMMC hospital in Vashi are given free lunch.
In memory of the most pious Paramula Kochu Tirumeni, His Grace Givargis Mar Kurilos has initiated his dream project Gregorian Community in Roha, about 100 kilometers from Bombay and 6 kilometers from Kolad, on the Mumbai-Goa route. The objective of the community is to become a center for spiritual, physical and mental enlightenment for people of all religions, caste and creed, with no discrimination of any sort, with special focus on the youth of this country. A CBSE school, an old age home and a chapel are functioning. A special school for mentally challenged children has also been started, as we have found several children who are differently able but are not getting any training or education to be self-reliant. We are in the process of developing a new center with the guidance and advice of the eminent architect Padma Shri Dr. G. Shankar. This new center will facilitate expanding the special school with modern training gadgets and methods, and will cater to a large number of children requiring such support, an old age home with better amenities, residential block for inmates, etc. Surrounded by greenery and a river, this is an ideal place for spirituality and meditation. The diocese has started an Institute of Eastern Studies with the objective of having deeper studies and research into Eastern spirituality, teachings and interreligious dialogues. This institute is the beginning of a larger dream of making a world-class education center focusing on sustainable agriculture, health, new technology, etc., which is planned for at our property in Jitte, about an hour's drive from Mumbai. His Grace Givargis Mar Kurilos' vision to create a loving community of individuals rooted in the love of God and having a zest for serving neighbors has been a cornerstone of progress for Diocese of Bombay. This vision, and above all, the grace of God, enables the diocese to shine like a beacon, helping many to be attracted to God's light.
ഈ പരിശുദ്ധ പിതാവിനോടൊപ്പം ഒരേ സമയത്ത് റോമിൽ ഉപരിപഠനം നടത്തിയതാണ്. അങ്ങനെ ഒരു സന്തോഷകരമായ വാർത്തയുണ്ട്. അതുകൂടാതെ ആ പിതാവ് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിട്ട് 25 വർഷം പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ആ പിതാവിനെ ഈ സമൂഹം ആദരിക്കുവാനായിട്ടും കൂടെ ഈ അവസരം വേർതിരിക്കുകയാണ്. ഇരട്ട കുഞ്ഞുങ്ങളെപ്പോലെ ഞങ്ങൾ ഈ ബോംബെയിലെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രത്യേകിച്ചും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ഇന്ന് രാവിലെ ഒരു ദേവാലയത്തിൻ്റെ കൂദാശ നിർവഹിക്കുവാനായിട്ട് തീരുമാനിച്ചിരുന്നതാണ്. നമ്മുടെ അപേക്ഷ സ്വീകരിച്ച് അത്ഭുതകരമായിട്ട് അദ്ദേഹം അത് ഉച്ച കഴിഞ്ഞ് വൈകിട്ടത്തേക്ക് മാറ്റിവെച്ച് ഈ സമ്മേളനത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. നമുക്കുള്ള സന്തോഷം പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട MLA മാത്രമേ വളരെ താല്പര്യപൂർവ്വം ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ, പല പരിപാടികൾ ഏത് വിധത്തിൽ രൂപീകരിച്ചിരുന്നു, ഏതെല്ലാം വിശിഷ്ടാവസരങ്ങളിൽ കടന്നു വന്നിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ എടുത്തു പറയാതെ ഈ സമൂഹത്തിന് നല്ല നിശ്ചയമുണ്ട്. We are quite aware of the wonderful leadership of our beloved MLA, not only in a particular area but in different spheres. And we have been privileged to have not only her presence but the guidance and particular steps to envisage so many programs and projects of the diocese in which she had been always a great support. I don't know how to express our gratitude, but at the same time, with a great joy, I express my gratitude to you. There is no introduction to Sri Umman Chandi. He had been the Chief Minister of Kerala many a time. He has had many portfolios which have been proved fruitful and very effective. And his strength as a great politician of the national level and acceptance of the party as the ICC General Secretary and ever so many furthers on his achievements. And more than that, a member of the Malankara Orthodox Church, on which the Malankara Orthodox Church is certainly really greatly proud of. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ സമൂഹത്തിന് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകമായിട്ടുള്ള ഒരു വാക്കിലോ ഏതാനും വാക്കുകളോ പറയാൻ ഒക്കില്ല. എൻ്റെ സമയം വളരെ പരിമിതമാണ്. പ്രത്യേകിച്ചും അല്പം വൈകി തുടങ്ങിയതുകൊണ്ട് ഞാനാണ് അല്പമെങ്കിലും മര്യാദ കാട്ടേണ്ടത്. ഈ സാഹചര്യത്തിൽ ഇവിടെ കടന്നു വരികയും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തുള്ള അനൽപമായിട്ടുള്ള സന്തോഷമുണ്ട്. പ്രവർത്തനങ്ങളിലെല്ലാം കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്നും നാടിനും നാട്ടുകാർക്കും പ്രയോജനകരമായ പല ശുശ്രൂഷകളിൽ ബന്ധപ്പെടുവാൻ വീണ്ടും ആരോഗ്യത്തോടെ ദീർഘനാൾ വേർതിരിപ്പാനിടയാവട്ടെ എന്നും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഈ സമൂഹത്തിൻ്റെ ആശംസ സ്നേഹപൂർവ്വം കൈമാറുകയാണ്. ഈ വിശിഷ്ടാതിഥികളെക്കുറിച്ചൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയാൽ വളരെയേറെ സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു ചെറിയ വീഡിയോ നിങ്ങൾ കണ്ടു. ബോംബെ ഭദ്രാസനത്തിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ശുശ്രൂഷകളുടെ ഒരു നട്ഷൽ ഇവിടെ അവതരിപ്പിച്ചത് മറ്റൊന്നിനുമല്ല. നാം എവിടെയാണ്, എന്തെല്ലാമാണ് ആവശ്യങ്ങൾ എന്നുള്ളത് ചിന്തിക്കാനാണ്. പക്ഷേ നമ്മുടെ മുന്നിലുള്ള ആവശ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഇത് കടലിലെ ഏതാനും തുള്ളി വെള്ളങ്ങൾ മാത്രമാണ്. I would love to remind and request the Honorable MLA, because provided we get a little space, we will be jumping into a major set of projects, including facilities for the cancer patients. We have got a small space, but we would love to have a bigger space so that more patients from far off places who are illiterate, who are poor, downtrodden, will be provided facilities so that they will be getting very high class treatment in Tata Hospital. So also, we have been walking in one of the nearest slums called Turbe, where there is more than 100,000 families staying there. You know,
I don't want to elaborate or describe what are the pathetic conditions of Islam in Bombay. We have been doing something, including for 450 students are taken to this school and given the high-class education. And some of them are with a flying color, contributing to the nation building and other things, which is beyond our comprehension, but within our experience. A few days back, there had been an interview. A few of the students, the alumni came here. They started talking about the great blessings they could receive in and through the school. They are in a very high position. And they say that provided the school is retaining and enhancing the same methodology, that will certainly help many hundreds to have great achievements in the areas of different spheres. അനുഗ്രഹരമായിട്ട് വളരെ താഴെക്കടിയിലുള്ള ആളുകളെ താലോലിച്ച് വളർത്തിയെടുത്ത് അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തപ്പം CA പഠിക്കുന്ന പെൺകുട്ടികൾ, മെഡിസിന് പഠിക്കുന്ന കുട്ടികൾ, നഴ്സിംഗ് BSc നഴ്സിങ്ങിന് ചേർന്നിരിക്കുന്ന കുട്ടികൾ, ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ വളരെ അക്കാഡമിക് പെർഫോമൻസ് വളരെ അത്ഭുതകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, സമ്മില കുട്ടികൾ. Years back, when we started the school for the kids, there was a blind boy in the slum. He was overaged when compared to that of the standard of students who were about to be admitted. But the Sheikh was moving after Father Abraham Joseph. He was a blind boy. All of a sudden he gave me a call. I said, how we will be able to manage? Father said, if Tirumani allows, we will train him on rail system. To our surprise, in short, he's a postgraduate student now. He's a postgraduate doing some academic performance. In one of the interviews in between, when he had completed 12th, I asked Shekhar, what is your ambition? He said, sir, I would love to complete my post-graduation and would love to become a professor in a college. അപ്പോൾ ഞാൻ കുസൃതിക്ക് ചോദിച്ചു, പിന്നെ IAS ഒക്കെ ഒന്ന് എഴുതാൻ പറ്റും. He said, yes, I would have done it. But because of my ailment, my weakness, I may not be in a position to fulfill the target. That's the only reason why I opt for post-graduation and to become a professor. He is qualified. These are some of the experiences. Provided we have got a space, provided we have got a mind, provided we have got a commitment, provided we have got a mission, provided we have got a vision, which is in line with St. Thomas, the great apostle of India. I don't want to elaborate. There will be space for many people to grow and achieve greater things for the glory of God, for the betterment of the society. And the chief guest of this afternoon, His Holiness Moranam Basilius Marthoma Matthews III, has initiated more than a dozen, about 17 very important activities and projects which cater to the needs of the people in different spheres in a meritorious setting. ഈ അത്ഭുതകരമായിട്ടുള്ള പ്രതിഭാസത്തിൽ പരിശുദ്ധ ഭാവതിരുമേനി ഉന്നത സ്ഥാനം അലങ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് മലങ്കര സഭയുടെ മുഴുവനും ആവേശമായി തീരുകയും മാർത്തോമായുടെ പൈതൃകം ജയ് ജയ് കാതോലിക്കോസ് വിളിയിൽ മാത്രമല്ല ഒതുങ്ങുന്നത്, സൃഷ്ടിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും അനുഗ്രഹകരമായിട്ടുള്ള അനുഭവങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന വിശിഷ്ടമായിട്ടുള്ള നാളിലേക്ക് നടന്നെടുക്കും. അതിന് ഈ കാതോലിക്ക ദിനത്തിൻ്റെ ഈ സമ്മേളനവും പരിശുദ്ധ ഭാവാതിരുമേനെ ആദരിക്കുന്ന ഈ മുഹൂർത്തവും വളരെ വിലപ്പെട്ടതായി തീരട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചു പരിശുദ്ധ ഭാവാതിരുമേക്ക്
ആയുരാരോഗ്യം നേർന്നു. പരിമിതമായിട്ടുള്ള സമയത്തിൻ്റെ സാഹചര്യം കൊണ്ട് മാത്രം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ നിർബന്ധമായിരിക്കുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ഇവിടേക്ക് കടന്നു വന്ന ഈ വലിയ സമ്മേളനം ഏറ്റവും അനുഗ്രഹകരമായിട്ട് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം സ്റ്റേജിലും സമൂഹത്തിലും കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരോടും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ കടപ്പാട് വിശാലമായിട്ട് പറയേണ്ടതാണ്. ഈ സമയത്തിൻ്റെ സാഹചര്യം കൊണ്ട് മാത്രം എടുത്ത് പറയുന്നില്ല. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഹൃദയമെടുപ്പ് മനസ്സിലാക്കി നിങ്ങളതിനെ സ്വീകരിക്കണം. നാളെയും ഇതുപോലുള്ള അവസരങ്ങളിൽ നമ്മുടെ കൂട്ടായ്മയും ഒരുമിച്ചുള്ള പ്രവർത്തനവും പരിശുദ്ധ ബാവതിരുമേനി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ 3-ാം തലത്തിലുള്ള ദർശനം ഏറ്റുവാങ്ങി സൃഷ്ടിപരമായി മാർത്തോമാ ശ്ലീഹായുടെ സംസ്കാരവും ആഴ്ചഭാരതത്തിൻ്റെ വിശിഷ്ടമായിട്ടുള്ള ഭാവങ്ങളും വെച്ചു പുലർത്തുന്ന സഭയായി സർവോപരി ദൈവസന്നിധിയിൽ പ്രീതികരമായി ലോകത്തിന് പ്രയോജനമുള്ളതായി സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടി വർത്തിക്കുന്ന ഒരു സഭയായി എന്ന നിലനിൽക്കുവാൻ തക്കവണ്ണം കൃപയല്ലട്ടെ, പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ വളരെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഡോക്ടർ CJ സാമുവൽ, വളരെ ഉയർന്ന സ്ഥാനികളായിട്ടുള്ള ആളുകളെ ആദരിക്കുവാനുള്ള വിലപ്പെട്ട അവസരം, അതുപോലെ തന്നെ വളരെ സീനിയേഴ്സായിട്ട് പരിശുദ്ധ അഭ്യുന്നയ തെയോഫിലസിനോട് ഒപ്പം യാത്ര ചെയ്യുകയും അദ്ദേഹത്തെ താങ്ങിയും വളർത്തിയും ഉയർത്തിയും ശോഭിച്ച വ്യക്തികൾക്കുള്ള ആദരവും വേർതിരിക്കുന്ന അവസരത്തിൽ അവരെയൊക്കെ പരാമർശിച്ച് അവരുടെയൊക്കെ സൃഷ്ടിപരമായിട്ടുള്ള സംഭാവനകളെ ഈ മദ്രാസനം ഉൾക്കൊണ്ട് അവരുള്ള വ്യക്തിപരമായിട്ടുള്ള നന്ദിയും ഈ സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ വേർതിരിച്ചും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Tirumeni, for your inspiring words. Next, we have the inaugural address by Oman Chandy Sir, a senior leader of the Indian National Congress, served as the Chief Minister of Kerala for പരിശുദ്ധ മൗലാന്മാർ ബസേലിയോസ് മർത്തോമാ തൃതീയൻ ബാബ, ബഹുമാനായ അധ്യക്ഷൻ അഭിവന്യ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി, അഭിവന്യ ബിഷപ്പ് മാർ തോമസ് തിരുവന, MLA ഏകനാഥ്, ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി, MLA ശ്രീമതി മംഗ മഹേന്ദ്രജി, ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ഇന്ന് പ്രത്യേക അവാർഡുകൾക്ക് വിധേയരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്ക് ബോംബെ ഭദ്രാസനത്തിൽ നൽകുന്ന ഈ ഹൃദ്യമായ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ നാട്ടിലെ നിരവധി സ്വീകരണങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അഭിനന്ദ പരിശുദ്ധ തിരുമേനിയെ ഞാൻ അഭിനന്ദിക്കാനും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ പ്രത്യേകമായി പറയുവാനും എനിക്ക് അവസരം കിട്ടിയത് ഞാൻ ഓർക്കുകയാണ്. തിരുമേനിയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ മറ്റുള്ളവരോടുള്ള കരുണ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള വ്യഗ്രത എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അച്ഛനായപ്പോഴും തിരുമേനിയായപ്പോഴും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷേ ബാബാ തിരുമേനിയായി പുതിയ സ്ഥാനം ഏറ്റെടുത്ത ശേഷം അത് തുടരുന്നു എന്ന് മാത്രമല്ല, പ്രത്യേകമായ പരിപാടികൾ ആവിഷ്കരിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് പരിമല വെച്ച് അതിൻ്റെ ഉദ്ഘാടനം നടത്തുകയും അത് അങ്ങേയറ്റത്തെ പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തിട്ടുണ്ട്. കരുതൽ, മറ്റുള്ളവരുടെ കരുണ, അതാണ് ഏറ്റവും പ്രധാനം. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യരാകുന്നത്. അതുപോലെ നമ്മൾ സ്വാർത്ഥമതികളാണ്. അതേ സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് വലിയ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. പരിശുദ്ധ തിരുമേനിയുടെ ആ പരിപാടികൾ
ഒരു വലിയ വിജയമാകും എന്നെനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. ഇപ്പോൾ നമ്മൾ കണ്ടു ബോംബെ ഭദ്രാസനം ചെയ്യുന്ന അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് നിശ്ചയമായിട്ടും മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകത്തക്ക വിധത്തിൽ വലുതായി വരുമെന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. അഭിവന്യ പരിശുദ്ധ കാതോലിക്ക ബാബാതിരുമേ എനിക്ക് ഈ കരുണയുടെ ഈ കരുതലിൻ്റെ പ്രവർത്തന പരിപാടികളുമായി മുമ്പോട്ട് പോകാൻ സഭയും ജനങ്ങളുടെയും പൂർണ്ണമായ പിന്തുണയും സഹകരണവും കിട്ടും എന്നെനിക്കറിയാം. എല്ലാവിധ ഭാവങ്ങളും നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ബോംബെ എന്ന് പറഞ്ഞാൽ വളരെ വിദൂരതയിലുള്ളൊരു സ്ഥലമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. കേരളത്തിൽ 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട്. 5ാമത്തെ എയർപോർട്ടിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂർ. ബോംബെ എന്ന് പറഞ്ഞാൽ 4ഉമായിട്ട് 2 മണിക്കൂറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. കൊങ്കൺ റെയിൽവേ വന്നു. റെയിൽവേ രംഗത്തും വലിയ മാറ്റം, യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. അത് നിശ്ചയമായും നിങ്ങൾക്ക് നാട്ടിൽ വരാനും നാട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും പുതിയ തലമുറയ്ക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഞാൻ അമേരിക്ക പോയ സമയത്ത് ഒരു ഫാമിലി മീറ്റിംഗ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹപാഠികൾ, അങ്ങനെയുള്ള കുറേ പേരുമായിട്ട് പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങളൊന്ന് കൂടി. ഞങ്ങൾ മീറ്റിംഗ് ഒന്നുമല്ല, പക്ഷേ ഒരു കൂട്ടായ്മ, വളരെ സന്തോഷകരമായ ഒരു കൂട്ടായ്മ. അതിൽ അവർ ചോദിച്ചു, ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികളെ മലയാളം പറയാൻ പഠിപ്പിക്കണം. അത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു നന്മയായിരിക്കും. കാരണം ആ നാട്ടിൽ ജനിച്ചു വളർന്നിട്ടുള്ള നിങ്ങളാരും മലയാളം മറക്കത്തില്ല, നമ്മുടെ നാടിൻ്റെ സാഹചര്യങ്ങൾ മറക്കത്തില്ല. പക്ഷേ അവിടെ ജനിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിനവസരം കൊടുക്കണം. വേറെ ഒന്നും വേണ്ട, വീട്ടിൽ മലയാളം സംസാരിച്ചാൽ മതി. ഈ കുട്ടികളും മലയാളം സംസാരിക്കും. എഴുതാനും വായിക്കാനും വേണമെങ്കിൽ പ്രത്യേകമായിട്ട് നോക്കണം. അല്ല, മലയാളം പറയാനാണെങ്കിൽ അത് ധാരാളം മതിയാകുമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അവിടെ ജനിച്ചു വളർന്നിട്ടുള്ളവർ മലയാളത്തിൻ്റെ മഹത്വം, നാടിൻ്റെ മഹത്വം ഒരിക്കലും വിസ്മരിക്കത്തില്ല. പക്ഷേ പുതിയ തലമുറയ്ക്ക് കൂടി അതിനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പിന്നീട് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാവിധ ശ്രമങ്ങളും അത് നാടിൻ്റെ പുരോഗതിക്ക്, നിങ്ങളെവിടെയാണോ അവിടുത്തെ അവരോടുള്ള കടപ്പാട്, അവരോടുള്ള സ്നേഹം നമുക്ക് നിലനിർത്തണം. നാടിനെ മറക്കുകയും ചെയ്യരുത്. ഇതാണ് മലയാളികളുടെ വിജയം. മലയാളികൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും വലിയ വിജയം നേടുന്നത് ആ ഒരു മനോഭാവമാണ്. ഇന്നലെ ഞാൻ റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇവിടെ ധാരാളം ആഘോഷങ്ങൾ കണ്ടു. ഞാനപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാത്യുവിനോടും ജോജോ തോമസിനോടും ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇത് ഇവിടുത്തെ പുതുവത്സര ദിനമാണ് ഇന്ന്. നമ്മുടെ ചിങ്ങ1 പോലെ. ചിങ്ങ1 മലയാളികൾക്ക് പുതുവത്സരമാണ്. അതുപോലെയാണ് മറാത്തികളുടെ ഈ പുതുവത്സരം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ നല്ല അവസരത്തിൽ പുതുവത്സര ആശംസകൾ നേരാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇവിടെ വന്നപ്പോഴാണ് എന്നാൽ അച്ഛൻ്റെ രജത ജൂബിലി ദിനമാണ് ഇന്നുകൂടി അറിഞ്ഞത്. അച്ഛനെ നാട്ടിൽ വെച്ച് തന്നെ എനിക്ക് അടുത്തറിയാം. അച്ഛൻ്റെ തിരുമേനിയുടെ 25 വർഷം തികയുന്ന അവസരത്തിൽ എല്ലാവിധ വിജയങ്ങളും ഞാൻ ആശംസിക്കാനും ഈ അവസരം വിനിയോഗിക്കും. ഇന്ന് നിങ്ങൾ അവാർഡുകൾ കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകമായി തീരുമാനിച്ച് അഭിനന്ദിക്കുന്നുണ്ട്. അവരെയെല്ലാം ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം സമയം എനിക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങളുടെ ഇന്ന് ഇവിടെ അവാർഡിന് നിശ്ചയിച്ചിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിക്കാനും ഈ അവസരം വിനിയോഗിക്കുന്നു. ഇവിടെ വന്ന് ഈ ധന്യമായ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതിനും സഹിക്കാൻ സാധിച്ചതിനുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.
We thank our dearly loving Sri Umman Chandi sir for his kind and encouraging words and also inaugurating this public meeting. Now we request His Holiness Baba Tiruveni to kindly present a memento as a token of a love and gratitude to Sri Umman Chandi. Let's give a loud applause. Sir could be leaving this public meeting shortly as he has his flight back to Kerala. We are really indebted to Sri Umman Chandi sir and his family for being so helpful and coming down to this city of Bombay. Next, we have the benedictory message by His Excellency Mar Thomas Elvenal, the Syro-Malabar Catholic Bishop of the Diocese of Kalyan, has a doctorate. Catholic Baba Tirumeni, Your Grace, Georgis Mercurilos, Honorable Sri Umman Chandi sir, distinguished guests on the dais and off the dais, Pannirai Vaidigare, sisters, Ishul Priyapeta, Sahodri, Sahodarangale, Yuvajanangale, Kuttigale. Parishudha Catholic Baba Tirumeni, Swigarinam. പ്രാർത്ഥനാപൂർവ്വം ആശംസകൾ നേരുന്ന കാതോലിക്ക ആചരണ ദിനത്തിൽ ഇവിടെ ആയിരിക്കുവാൻ, ഇതിൽ സംബന്ധിക്കുവാൻ, സംസാരിക്കുവാൻ അവസരം ലഭിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മറ്റു പരിപാടികളെല്ലാം ഞാൻ മാറ്റിവെച്ചു. ഇന്ന് മാത്രമേ ഇവിടെ ആയിരുന്നാലും മാത്രമേ ഈ അവസരം ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് വ്യക്തിപരമായിട്ട് മാത്രമല്ല, കല്യാൺ രൂപതയുടെ പേരിൽ മാത്രമല്ല, ഞാൻ ഓർത്തു കത്തോലിക്ക സഭാ സമൂഹത്തെ റിപ്രസെൻ്റ് ചെയ്തൊരു ബിഷപ്പ് എന്ന നിലയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കത്തോലിക്ക സഭാ സമൂഹത്തെ മുഴുവനും പ്രതിനിധീകരിച്ച് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിക്ക് പ്രാർത്ഥനാപൂർവ്വം ആശംസകൾ ഞാൻ നേരുകയാണ്. തിരുമേനിയെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് പ്രോഫറ്റ് ജെറമിയായുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. I will give you shepherds according to my own heart, who will feed you with knowledge and understanding. ഈ തിരുവചന ഭാഗം എൻ്റെ മനസ്സിലേക്ക് വന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഏറ്റവും അനുയോജ്യരായ വ്യക്തികളെ ദൈവത്തിന് ജനത്തെ നയിക്കാനായിട്ട് ഓരോ സമയവും തിരഞ്ഞെടുക്കുന്നു, നൽകുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിന് അനുയോജ്യരായ വ്യക്തികൾ ദൈവം തിരഞ്ഞെടുത്ത് നൽകുന്നു. അപ്പോൾ നമ്മൾ ഓർക്കണം, ഒരു മേലധ്യക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു സഭാ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ചർച്ച ചെയ്തു, ചിന്തിച്ചു, ഇതൊക്കെ പറയും. ഇതൊക്കെ മാനുഷികമായ രീതിയിൽ ദൈവത്തിൻ്റെ പദ്ധതി കണ്ടെത്താൻ പരിശ്രമിക്കുന്നതാണ് നമ്മൾ. ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ഗോഡ് ഹു ഡിസൈഡ്സ്. നമുക്കറിയാം, നടപടി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ മത്യാസിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് കണ്ടെത്താനായിട്ട് അവർ ലോട്ട് ഇട്ടു. ദൈവത്തിൻ്റെ ഹിതം അറിയാനായിട്ടാണ്. ദൈവം ആരെയാണ് ആഗ്രഹിക്കുന്നത്, തിരഞ്ഞെടുക്കുന്നതെന്ന് അറിയാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഓർക്കേണ്ടത്, നമ്മുടെ സഭയിൽ ഇറ്റ്സ് നോട്ട് ഡെമോക്രസി ദാറ്റ് പ്രിവെയിൽസ്, ബട്ട് ഇറ്റ്സ് തെയോക്രസി. സെർച്ചിങ് ആൻഡ് ഫൈൻഡിങ് ഔട്ട് ദി വിൽ ഓഫ് ഗോഡ് വിത്ത് പേഴ്സൺസ്. ആരാണ് ദൈവത്തെ നിശ്ചയിക്കുന്നത്, തിരഞ്ഞെടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിന് അനുയോജ്യനായ ഒരു വ്യക്തിയെ ദൈവം ഓർത്തഡോക്സ് മലങ്കര സഭയ്ക്ക് നൽകി. അതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഉപകരണമായിരുന്നുകൊണ്ട് ഈ സഭയെ ഒത്തിരി വളർത്താനായിട്ട് വേണ്ട എല്ലാ കൃപാവര ദാനങ്ങളും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വിചാരിച്ചിരുന്നു. പക്ഷേ സർപ്രൈസ് കൂറുലോസ് പിതാവ് നേരത്തെ പൊളിച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ സർപ്രൈസ് പറയാൻ ആഗ്രഹിച്ചത് പിതാവ് പറഞ്ഞു തന്നെയാണ്. വി ആർ ക്ലാസ്മേറ്റ്സ്, സ്റ്റഡീഡ് ഇൻ ദി സെയിം യൂണിവേഴ്സിറ്റി ഇൻ റോം, ഓൾമോസ്റ്റ് അറ്റ് ദി സെയിം ടൈം. 4 years 5 years ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു.
അന്ന് ഞാനെപ്പോഴും സ്നേഹത്തോടു കൂടി മത്തായിച്ച എന്ന് വിളിക്കുമായിരുന്നു. എന്നെയും അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം അച്ഛന്മാരായിട്ട് ഞങ്ങൾ പഠിച്ചതല്ലേ അന്നത്തെ കാലത്ത്. ഇന്ന് പരിശുദ്ധ കാത്തോലിക്ക ബാബ എന്ന് അന്നത്തെ മത്തായിച്ചനെയും വിളിക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചു എന്ന് ഞാൻ പറയുന്നത്. അന്നത്തെ മത്തായിച്ചൻ തന്നെയാണ് എന്നെ കണ്ടപ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചപ്പോൾ ഓർത്ത് ശരിയാണല്ലോ, നമ്മളങ്ങനെ നടന്നതാണല്ലോ, പഠിച്ചതാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഒരേ യൂണിവേഴ്സിറ്റി പഠിച്ചതാണ്. അങ്ങനെ ഒരു സ്നേഹബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മറ്റെല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ട് ഇവിടെ വരണം എന്ന് വെച്ചിട്ട് ഒന്നാമത്തെ കാരണം. ഞാൻ രണ്ടാമത്തെ കാരണത്തിലേക്ക് പോകുകയാണ്. അത് കുറിലോസ് തിരുമേനിയാണ്. കുറിലോസ് തിരുമേനി ഞാൻ വന്ന നാൾ മുതൽ പരിചയമാണ്. ഇവിടെ ബോംബെയിൽ വന്നപ്പോൾ തന്നെ പിതാവുമായിട്ടൊരു ഫംഗ്ഷനിൽ ഒരുമിച്ച് പങ്കെടുത്ത് ഞാൻ ഇന്നും ഓർക്കും. 25 വർഷങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ ജ്യേഷ്ഠനും അനിയനെ പോലെ സഹോദരന്മാരെ പോലെയാണ് എപ്പോഴും കാണുക. എല്ലാ കാര്യങ്ങളിലും ഒരു ഹൃദയവുമായിട്ട് എപ്പോഴും ഞങ്ങൾ ചർച്ചയും ചിന്തയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിതാവ് ഏതൊരു ഫംഗ്ഷനെ വിളിച്ചാൽ ഐ വിൽ മേക്ക് ഇറ്റ് എ പോയിന്റ് ടു കം. ഞാനൊരു ഫംഗ്ഷൻ വിളിച്ചാൽ പിതാവും പറയും ഐ വിൽ കം. 23-ാം തീയതി പിതാവ് ഒരു ഫംഗ്ഷൻ അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കല്യാണിൽ. അപ്പം അങ്ങനെ ഒരു സ്നേഹബന്ധമുണ്ട്. ഈ അവസരത്തിൽ ഞാൻ ദീർഘിപ്പിക്കാതെ തന്നെ നമ്മളിവിടെ PPT പ്രസൻറ്റേഷൻ കണ്ടു. We all should be proud of the Malangara diocese, Mumbai diocese. Wonderful things are performed, especially in the field of education and social charitable activities. A lot of work. I think also the authorities are also aware of. കാണുന്നത് നല്ലതാണ്. അപ്പം പിതാവ് ഒരു കാര്യം ചോദിച്ചു. Still we want to do more, provided we have the ഫെസിലിറ്റീസ്, സ്ഥലമൊക്കെ കിട്ടുകയാണെങ്കിൽ കൂടുതൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന്. തീർച്ചയായിട്ടും ഒരു വലിയൊരു സാക്ഷ്യമാണ് നമ്മുടെ ക്രൈസ്തവ സാന്നിധ്യം. ദ പ്രസൻസ് ഓഫ് ദ ക്രിസ്ത്യൻസ് ഹിയർ in Mumbai or in Maharashtra is a blessing not only for our people but for all people, irrespective of caste, creed, religion and all, because we want to bear witness to Jesus' love. അതാണ് എൻ്റെ ഉദാഹരണം. അതുകൊണ്ടാണ് ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരത്തിൽ കുറിലോസ് പിതാവിനെയും ഭദ്രാസനത്തെയും ഞാൻ അഭിനന്ദിക്കാൻ ഇത്രയെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ദീർഘിക്കുകയില്ലെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിക്കും അതോടൊപ്പം തന്നെ കുറിലോസ് തിരുമേനിക്കും എല്ലാം ഞാൻ അനുമോദനം അർപ്പിക്കുകയാണ്. ദൈവം ധാരാളമായിട്ട് പരിശുദ്ധ കാതോലിക്ക തിരുമേനിയെയും നമ്മുടെ സഭയെയും എന്ന് പറയുമ്പോൾ ഓർത്തഡോക്സ് സഹോദരി സഭയെയും പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെയും നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. May God bless all of you. Thank you. Thank you, Pita, for your supporting words. We now request Baba Tirmeni to felicitate His Excellency Mar Thomas Elvenal with the memento and Kurillos Tirmeni to honor him with a shawl. We thank you, Pidave, for being here in this historical journey. Next, we have the Jeevandhara gospel team singing a melodious devotional song. Lord.
ശുദ്ധരായതിനാ ദൈവത്തെ കാണുമവൻ നിജ ശുദ്ധരായതിനാ ശാന്തി വിതയ്ക്കുന്നു Thank you, choir members. सेंट थॉमसच्या अपोस्तोलिक सिंहासनावर विराजमान असलेल्या परमपूजनीय मोरानमार बेसेलियोस मारधोमा मॅथ्यूस तिसरे हे आमचे भारतीय ऑर्थोडॉक्स चर्चचे सर्वोच्च प्रमुख आहेत. त्यांचा ह्या सत्कार समारंभात इकडे आज आमचे श्री एकनाथ शिंदे, मिनिस्टर ऑफ अर्बन डेव्हलपमेंट ऑफ महाराष्ट्र, तसेच आपले ठाणेचे MP श्री राजन विचारे, परमपूज्य बेसेलियोस मारथोमा मॅथ्यूस तिसरे या आमचे प्रमुखांचा आदर सन्मान करण्यासाठी आलेले आमचे साहेबांना आमचा नमस्कार आणि आम्ही लय आभारी आहेत सर या पब्लिक मीटिंगमध्ये येऊन आमच्या सोबत या मीटिंगमध्ये उपस्थित झाल्यावर आम्हाला लय आनंद आहे सर. Now we welcome Srimati Manda Matre, the MLA of Navi Mumbai, to kindly address the gathering. आज अपने यहाँ केरला हमारी कॉन्स्टिट्यूंसी और नवी मुंबई की ओर से मैं उनका बहुत बहुत स्वागत करना चाहती हूँ. जो हमारे परम पूज्य बेसेलियोस मारथोमा मॅथ्यूस यांचा आपण सर्व स्वागत करत आहोत नवी मुंबईमध्ये. त्याचप्रमाणे आमचे माजी मुख्यमंत्री ओमन चंडी जी, उनका भी हम स्वागत करते हैं यहाँ पर. और अभी अभी हमारे जो पालक मंत्री है और मिनिस्टर नगर विकास खाते के जो हमारे आदरणीय एकनाथ शिंदे जी, वो भी अभी यहाँ पर मंच पर आए हुए हैं. यहाँ के MP हमारे राजन विचारे जी, वो भी यहाँ पर आए हुए हैं. उसी तरह से हमारे कुरिलोस बिशप जी, एली वितल बिशप जी, अविनाश लाड़ जी, हमारे नगर सेवक वैभव गायकवाड़ जी, सभी मंच पर बैठे हुए हैं. और हमारे फादर जोसेफ, जिनका मैं दिल से नाम लेना चाहती हूँ, उनका मेरे कॉन्स्टिट्यूंसी में बहुत सारा काम है. अभी अभी मैंने डॉक्यूमेंट्री देखी. उस डॉक्यूमेंट्री में मैंने देखा कि सबसे ज़्यादा ये जो कॉन्स्टिट्यूंसी में मैं MLA बनी, उसी में ज़्यादा सेंट मेरी स्कूल है, कॉलेज है, तुरबा है, नेहरू है. यहाँ बहुत सारा काम आपके संस्था का चल रहा है और बहुत ही सोशल वर्क
जो गरीब बच्चे हैं उनको पढ़ाना, महिलाओं के लिए काम उनके हाथों को देना और कैंसर पेशेंट के लिए काम करना, और उसके लिए बहुत बहुत मैं दिल से, मैं एक यहाँ के एमएलए होने के लिए मैं बहुत ही आपको धन्यवाद देना चाहती हूँ। मैं हमारे मिनिस्टर जी का राह देख रही थी, हमारे एकनाथ शिंदे जी और हमारे एमपी कब आ रहे हैं। शिंदे साहेब यांना कॅन्सरचं हे काम करतात, जे पेशंट पूर्ण देशातून येतात, त्यांच्या लोकांना राहण्यासाठी जागा नसते, अशा लोकांना हे लोक, लैंग्वेज समझती है ना सर, क्या हिंदी में ही बात करूं आपको, क्योंकि लैंग्वेज का इधर प्रॉब्लम है। तो शिंदे साहब हमारे नगर विकास खाते के मंत्री है और बहुत ही अच्छा काम वो कर रहे हैं, और गरीबों के लिए, सोशल के लिए अभी अभी उन्होंने 8 एकड़ की जगह मेडिकल कॉलेज और अपना सुपर स्पेशलिस्ट हॉस्पिटल के लिए दिया है। मैं उनसे रिक्वेस्ट करना चाहती हूँ, आज वो मंच पे है, यहाँ के एमपी मंच पे है, कि ये जो इन्होंने जो कैंसर पेशेंट के लिए उनके जो रिश्तेदार आते हैं उनके लिए जो जगह बनाई है बहुत कम पड़ रही है। मुझे शिंदे साहब से रिक्वेस्ट है कि शिंदे साहब आप इनके लिए अगर थोड़ी सी भी जगह, उल्वा हो चाहे खारघर हो चाहे न्यू बॉम्बे हो, इसके अंदर मैं तो आपके पीछे लगने ही वाली हूँ, मैं आपको छोड़ूंगी नहीं, आपको मेरा स्वभाव पता है। तो अच्छे काम के लिए जब आप थोड़ा लेट आ गए, अगर आप डॉक्यूमेंट्री देखते थे तो तुरबा झोपड़पट्टी के सबसे ज़्यादा बच्चे सेंट मेरी पढ़ाती है। हम भी कभी कभी जोसेफ जी को फ़ोन करते, सर इनका फ़ी कम करो, सर इनको एडमिशन दो, सर इन औरत को कुछ नहीं है, तो सर तुरंत मदद करते हैं। मुझे बहुत खुशी होती है कि एक ऐसा संस्था हमारे न्यू बॉम्बे में है, मेरे एरिया में है, जाकि वो सब सोशल लेकर एजुकेशन में वगैरह काम करते हैं। मैं आपको कहना चाहती हूँ, महाराष्ट्र में एक कहावत है कि आपकी मदर किधर है केरला में और आपकी सिस्टर किधर है महाराष्ट्र में। मैं आपको बताना चाहती हूँ, हमारे में एक कहावत है, माँ मरेगी तो भी चलेगा मगर मौसी जिंदा रहनी चाहिए, और हमारी ये मौसी जो है, जो महाराष्ट्र है, वो केरला को साथ में लेके जा रही है। या मेरे इधर मैं जहाँ रहती हूँ सर, वहाँ कम से कम 45% लोग केरला वाले रहते हैं, सामने बैठे सब लोग तो केरला वाले लोग रहते हैं, और उनको पूछो कि हमने हमेशा भाईचारा का रिश्ता निभाया है, हमने हमेशा इन लोग को मदद किया, कभी हम सोचा नहीं कि केरला वाला है, ये महाराष्ट्र है। महाराष्ट्र एक ऐसा राज्य है कि जहाँ जो भी आता है उसको समाविष्ट कर लेते हैं। ये जो मेरा कॉन्स्टिट्यूंसी है सर, ये मिनी इंडिया है। इस मिनी इंडिया में बेलापुर कॉन्स्टिट्यूंसी में केरला है, बेंगलोर है, ऊटी है, राजस्थान है, गुजरात है, हर जगह के लोग यहाँ पर बिजनेस, एजुकेशन, हर चीज़ के लिए आए, और महाराष्ट्र ने उनको मौसी की तरह संभाला है और उनको बिजनेस में आगे किया है। तो ये ऐसा हमारा महाराष्ट्र है। हम महाराष्ट्र की ओर से सर का स्वागत करते हैं। जो हमारे बड़े नेता बिशप जी आए, जो उनका मैं बहुत दिल से स्वागत करती हूँ कि आप आने के बाद हमको यहाँ जोसेफ जी, बिशप जी ने जो यहाँ पर मौका दिया बात करने का, उसके लिए मैं दिल से आपका बहुत बहुत धन्यवाद चाहती हूँ। और हमारे मिनिस्टर जो आए हैं वो निश्चित स्वरूप से आपका काम किए बिना जाएंगे नहीं, ऐसा मैं मानती हूँ, सोचती हूँ, और वो जरूर करेंगे, क्योंकि महाराष्ट्र में आज उनका अगर आप काम देखोगे तो 1 नंबर का काम एकनाथ शिंदे जी का चल रहा है। और मैं भले पार्टी हमारी अलग है, वो शिवसेना है, मैं बीजेपी हूँ, मगर काम के लिए मैं पार्टी वार्टी नहीं देखती हूँ। हर पार्टी के लिए अपने काम के लिए जाना ये मैं जरूरी समझती हूँ, उचित समझती हूँ, और मैं हमेशा शिंदे साहब को मिलती हूँ। कोई भी काम होगा तो वो जरूर करते, उनको मालूम है मंदाताई पब्लिक का काम, लोकल लेवल का काम लेकर आती है, पर्सनल काम कभी मैं लेके जाती नहीं हूँ। और मैं जोसेफ जी को और बिशप जी को कहना चाहती हूँ, ये काम जरूर होगा और मैं इसका पूरा फॉलोअप लूँगी और आपको ये काम करके दूंगी। ये काम होना बहुत ज़रूरी है। धन्यवाद। जय हिंद, जय महाराष्ट्र, जय केरला। माननीय श्रीमती मंदाताई म्हात्रे यांनी येथे येऊन कार्यक्रमाची शोभा वाढवल्याबद्दल
आभार प्रदर्शित करते व स्मृती चिन्ह देऊन त्यांचे गौरव करते. We request His Holiness Baba Tirumeni to felicitate Srimati Manda Matre. Next, we call on Shri Eknath Shinde, Cabinet Minister of Urban Development and Public Works. He has been elected consecutively for 4 terms in the Maharashtra Legislative Assembly for 2004 to 2019. In 2020, appointed as Guardian Minister of Thane District. The most prominent projects: Thane Metro, a new extended Thane station between Thane and Mulund, working towards removal of water scarcity. आज आप ठाणे जिल्ह्याचे आपले पालकमंत्री श्री एकनाथ शिंदे आमचे चर्चचे सर्वोच्च प्रमुखला आता सत्कार करतायत शॉल घालून. जोरदार टाळ्यांनी ठाण्याचे आपले पालकमंत्री त्यांचे स्वागत करूया. He is also felicitating our Tirumeni, Sri Krulos Tirumeni. Please give a loud round of applause. श्री एकनाथ जी प्लीज आगे आइए और अपने कुछ वैल्यूएबल वर्ड्स बोलिए. राइट. Shri Rajan Babarao Vichare, MP Thane, also felicitating our Baba Tirumeni, Women Chandi. Now we request Shri Eknath Shinde to address the gathering. सगळ्यांना धन्यवाद देतो आणि उशीर झाल्याबद्दल चालते ना. तब्येत बरोबर नव्हती म्हणून आजचे सगळे कार्यक्रम रद्द केले होते, परंतु खासदार राजन विचारे साहेब आणि तुमचे आपले काय त्यांचं नाव मॅथ्यू आणि फिलिप्स जेरी ते दोघंही घरी आले. बोले आना ही पडेगा. बोले आना ही पडे तो मुझे जाना ही पडेगा. सगळ्यांचं आपल्या नवी मुंबई महाराष्ट्रामध्ये मी स्वागत करतो आणि आपल्या सगळ्यांनाच मनापासून धन्यवाद देतो. मैं सभी लोगों का यहाँ पर स्वागत करता हूँ एज ए गार्डियन मिनिस्टर.
आणि सभी लोगों को मैं धन्यवाद भी देता हूँ। मंदाताईंनी पण बऱ्याचशा गोष्टी सांगितल्यात, मला उशीर झाल्यामुळे ते आपली सगळी माहिती बघता आली नाही, पण ते सगळे आपल्या सोबत राहणारे लोक आहेत आणि केरळवरून मग एक्स चीफ मिनिस्टर आहेत तेही आले तिकडे. It is my great pleasure and privilege to welcome His Holiness Moranmar Basilios Marthoma III, head of the International Orthodox Church, in the presence of His Grace Guy Varghese Mar Kurilos, head of the Orthodox Church in Mumbai. Also thank you. I am honored to be present here and address this august gathering comprising of Sri Women Chandi X, Chief Minister. आपका भी मैं स्वागत करता हूँ. And our Member of Parliament Rajan Vichare ji, Member of Legislative Assembly Mandatai Mhatre ji, and Grace Bishop Thomas Elevenal, and उमन चंडी जी तो आए, मंदा म्हात्रे आहे, सभी लोग यहाँ पर उपस्थित हैं, अपने विठल मोरे and all other dignitaries. आज मुझे बहुत ही खुशी है कि यहाँ पर आप लोग, मेरे ख्याल से 11 बजे से हमारा कार्यक्रम शुरू हो गया है और यहाँ सभी लोग उपस्थित हैं, सभी क्रिश्चियन भाई बहन सभी लोग यहाँ उपस्थित. मैं इनका दिल से स्वागत करता हूँ इस महाराष्ट्र के भूमि पर, इस नवी मुंबई के भूमि पर. The Christian community has always stood by our party Shiv Sena and supported us in the time of, not for election time, but every time. बराबर है ना? हमारा रिश्ता सिर्फ इलेक्शन और पार्टी है, पॉलिटिक्स नहीं. आज ये कोई कार्यक्रम ऐसा पॉलिटिक्स कार्यक्रम नहीं, ये तो अपना धार्मिक कार्यक्रम है. और जो क्रिश्चियन समाज है हमेशा एक शांति प्रिय समाज है. मैं हमेशा कहता हूँ एक शांति प्रिय समाज है, अपना काम करते रहता है और अपने सभी जो जहाँ रहते हैं वहाँ के रूल्स फॉलो करने में बहुत ही विश्वास रखने वाला ये समाज है, एक डिसिप्लिन रखने वाला समाज है. मंदाताई बरोबर है ना, ये शिस्त आपला शिस्तीने काम करणारे लोक आहेत. और अभी मंदाताई ने कहा है कि हमको भी इनको सपोर्ट करना है. जब केरला में फ्लड आया था, जब बारिश आया वहाँ आई थी, फ्लड आया था, तब हम लोग सब लोग गया था. मेरे साथ मेंबर ऑफ MP राजन विचारे थे, डॉक्टर श्रीकांत शिंदे MP थे, सभी लोग थे. और वहाँ जितना भी सपोर्ट करना वो हम लोग ने किया, क्योंकि हमारा एक दूसरे का फर्ज है. ओमन जी वहाँ पर जब भी हम लोग ने बहुत से डॉक्टर स्टाफ, पैरामेडिकल स्टाफ, मेडिसिन की गाड़ियाँ सब यहाँ से, वहाँ भी बहुत अच्छा काम कर रहे थे आप लोगों के लोग. लेकिन उस वक्त भी हम लोग वहाँ पर जब भी कहीं भी, जब केरला हो, महाराष्ट्र में भी कहीं भी हो, या उत्तराखंड में भी जब भी फ्लड आया था तभी भी वहाँ पर हमारी शिवसेना, हमारी पूरी पार्टी के वर्कर वहाँ गए थे. और निश्चित रूप से आप लोग भी, जैसे यहाँ धर्मगुरु बैठे हैं, हमारे जो बहुत ही रिस्पेक्टेड पर्सन है यहाँ पर, उनका रिस्पेक्ट है समाज में, और धर्मगुरु के दिखाए हुए रास्ते पे हम लोग चलने की कोशिश करते हैं. और इसीलिए क्योंकि आप लोग भी सभी समाज को साथ में आगे बढ़ाने का काम आप लोग करते हो. इसमें कोई हिंदू है, मुस्लिम है, क्रिश्चियन है, ईसाई, ऐसी कोई भेदभाव नहीं होता है. हम लोग सब लोग साथ में काम करते हैं. और इसलिए हमेशा
आप लोगों का सपोर्ट हमें रहा है. दे हैव कोऑपरेटेड विद अस फॉर ऑल द डेवलपमेंटल प्रोजेक्ट इन दिस रीजन एज वेल. अभी मैं बताऊंगा कि आपके लोग कितने हैं यहाँ पर. मोस्ट ऑफ ऑल ठाणे मुंबई, नवी मुंबई, कल्याण डोंबिवली, अंबरनाथ, ठाणे, पूरे एंटायर ठाणे डिस्ट्रिक्ट. And I have immensely backed our MP Sri Rajan Vichare and Dr. Srikant Shinde also. हमेशा इन्होंने हमारे चुनाव में भी, अभी आखिर देखो चुनाव तो आते रहते हैं 5 साल में, तो एक दूसरे की हेल्प तो लगती है हमें, और इसमें आप लोगों ने भी हमेशा हमारा साथ दिया है समाज ने. अभी राजन विचारे जी बोल रहे थे मुझे कि ये समाज जो है ये हमेशा हमको सपोर्ट करने वाला समाज है. मंदाताई हमारी पार्टी में अलग अलग है, लेकिन हम लोग एक दूसरे के साथ जब डेवलपमेंटल काम होता है तो हम लोग साथ में मिल जाते हैं, बरोबर ना. और अच्छा काम जो करते हैं उसके साथ हम लोग रहते हैं. इसलिए आप आते हैं, आप तो बीजेपी की पार्टी है, बराबर, मैं शिवसेना पार्टी है, लेकिन जब भी मंदाताई मेरे पास कुछ काम लेके आती है तो मैंने ना नहीं बोला उनको, हाँ बोला, काम करेंगे हम. इसलिए हम लोग अच्छा हमारा जमता है. चुनाव तो हम लोग साथ में लड़े थे उस टाइम. तो ठीक है, थोड़ा बहुत अपना ऐसा थोड़ा हंसना भी चाहिए ना, खाली सीरियस होने के नहीं चलेगा. लेकिन हम एक ही जानते हैं कि जात पात कुछ नहीं, हमारा एक ही एक मनुष्य मानवता धर्म जो है, हम एक दूसरे को मदद करते हैं. देखो अभी कोविड हो गया, कोविड में देखो कितने लोग मंदाताई को फ़ोन करते थे, राजन विचारे जी को फ़ोन करते थे, हमारे कॉरपोरेटर को फ़ोन करते थे, सब लोगों को फ़ोन करते, मुझे फ़ोन करते. तभी थोड़ी हम लोग देखते ये हमारा आदमी है, ये हमारा नहीं है, इसको बेड देने का नहीं, इसको ऑक्सीजन देने का नहीं, ऐसा कुछ नहीं है. हम लोग सब लोगों को उस कोविड में भी सपोर्ट किया. आपके लोगों ने भी बहुत सपोर्ट किया है यहाँ पर. कभी जितना भी बन सकता है, सिर्फ गवर्नमेंट सब कुछ नहीं कर सकता है. हम जब सब साथ में हो जाते हैं तब जाके बहुत बड़ा काम होता है और सभी लोगों को सपोर्ट मिलता है यहाँ पर. और आज भी हम लोग वी आर टुगेदर नॉट बाय एनी कास्ट और क्रीड, वी आर टुगेदर जस्ट फॉर वन रीज़न एंड दैट इज ह्यूमैनिटी. ये ह्यूमैनिटी मानवतावाद है, मनुष्य है. और ऑनरेबल चीफ मिनिस्टर ऑफ महाराष्ट्र श्री उद्धव ठाकरे जी हैज़ ऑलवेज बीन ऑफ द ओपिनियन दैट प्रोग्रेस कैन ओनली बी अचीव्ड इन अ पीसफुल एटमॉस्फियर. क्या है, जब शांति होगी तभी हम काम कर सकते हैं, डेवलपमेंट का काम कर सकते हैं. कभी जब मारामारी होएगा तो कैसे डेवलपमेंट काम करेंगे हम. डेवलपमेंटल वर्क जो है, आज मेट्रो का काम शुरू है, बड़े रोड बना रहे हैं हम लोग, यहाँ पर कई फ्लाईओवर्स बना रहे हैं. मेट्रो का काम नवी मुंबई में शुरू है, मुंबई में मेट्रो का काम शुरू है. ये जब हम शुरू है तब यह शांति होनी चाहिए, पीसफुल एटमॉस्फेयर होना चाहिए, तभी जाके हम लोग कर सकते हैं. और इसलिए आपको मैं पहले भी बताया कि आपका जो समाज है, एक क्रिश्चियन समाज, एक शांति प्रिय समाज है, एक प्रभु यीशु का समाज है, और ये हमेशा शांति बनाए रखने का संदेश उन्होंने दिया है. और इसलिए हमेशा हम लोग, पहले थोड़ा सा हमारा एक दूरी था, पहले बहुत साल पहले, लेकिन पहले आपके लोगों को भी लगता था अरे ये शिवसेना पार्टी हमारे को सपोर्ट करेगी नहीं करेगी. लेकिन जब आपको मैं बताता हूँ, अभी फादर मुझे बताया उन्होंने कि उनका एक चर्च वागले स्टेट में, मैंने मेरी भी शुरुआत होगी पॉलिटिक्स की, वो वागले स्टेट में शुरू होगी. माय पॉलिटिकल करियर स्टार्टेड फ्रॉम वागले स्टेट. आणि ते फादर बोलले वागले में आपका उनका चर्च है और वो जानते हैं सबको. जब भी उनको मालूम पड़ा कि यहाँ पर शिवसेना हमेशा अपने को सपोर्ट करने वाली है, आपको मैं बताऊंगा, जब एक वहाँ पर क्रिश्चियन लोगों के लिए सिमेट्री नहीं था, 20-25 साल से वो लोग सिमेट्री की डिमांड कर रहे थे, सिमेट्री चाहिए, मुंबई जाना पड़ता है, शिवड़ी जाना पड़ता है. और तभी आपको मैं बताऊंगा कि वहाँ पर एक MIDC की लैंड थी. MIDC की लैंड ऐसी एकदम बैरल लैंड थी, उसमें कुछ नहीं हो रहा था.
लेकिन तभी मैंने कहा चलो भाई यहाँ पर जेसीबी पोकलिन लगाओ, लेवलिंग करो, कंपाउंड करो और ये सिमेट्री को दे दो। उसके ऊपर मैंने उस वक्त मैं जब कारपोरेटर था तभी एक मेरे ऊपर एफआईआर भी लॉन्च हो गया, एफआईआर भी लॉन्च हो गया मेरे ऊपर। मैं बोला अच्छा है, ठीक है, चलो कोई बात नहीं है, ये सिमेट्री के लिए हो गया तो कोई चिंता नहीं है। और आज आपको मैं बताऊंगा कि जो 20 साल 25 साल से जो डिमांड उनकी नहीं हुई थी, मैंने वहाँ पर शुरू कर दिया। अभी सिमेट्री वहाँ पर है और लोग वहाँ पर कम से कम 10 करोड़ रुपया वहाँ पर उसके डेवलपमेंट के लिए वहाँ पर अर्बन डेवलपमेंट और कारपोरेशन के माध्यम से उनको दिया है। आज वहाँ पर अच्छे सब लोग हैं, आखिर सबको ही जाना है, यहाँ आया है तो एक दिन तो जाना ही है, हिंदू हो, मुसलमान हो, क्रिश्चियन हो, किसको रुकना है। लेकिन जाने के वक्त भी उसको आराम से आसानी से वो जगह तो अच्छा होना चाहिए। ये जो है ये करने का काम हम लोग कभी भी इसमें भेदभाव नहीं करते, इसलिए अभी वो सब लोग साथ में जुड़ गए और सभी साथ में आज। और इसलिए हमारा सबका मानना है कि ये और आपको बताऊंगा कि मैं हमारे कारपोरेटर भी है, मिस्टर जेरी डेविड थाना कारपोरेशन में कारपोरेटर है, शिवसेना पार्टी की तरफ से है और उनको हम लोग ने इलेक्शन में टिकट दिया, उनको वो इलेक्शन जीत गए। अच्छा काम करती है लेडी, जेरी डेविड की मिसेस है, अच्छा काम हुआ, पब्लिक में अच्छा सर्विस देती है, लोगों को डेवलपमेंट करती है। अभी हमारा ये मैथ्यू है, ये जेरी क्या हमारा फिलिप्स मेरे साथ में थे, क्या उनका नाम बाबू है, ये श्रीकांत नायर तो अपना उधर का है ही है। लेकिन ये कितने लोग हैं जो क्रिश्चियन समाज के साथ में काम करते हैं, कल्याण में है, ठाणे में, नवी मुंबई सब जगह पर। तो ये आज का जो प्रोग्राम है बहुत ही काफ़ी अच्छा है निश्चित रूप से। और हमेशा आप कभी भी मेरे लायक कुछ काम हो तो आप बताइए। इन फ्यूचर आल्सो वी एक्सपेक्ट द सेम म्यूचुअल रिस्पेक्ट and support from this community. Whenever you need any help or support, you can always approach me. हम लोग आपके साथ में हैं, कोई प्रॉब्लम नहीं है। और अभी यहाँ पर हमारे जो वरिष्ठ लोग आए हैं उनका मैं स्वागत करता हूँ निश्चित रूप से। और आपको भी सभी लोगों को ये हमारा सौभाग्य है कि इतने बड़े जो हिज हॉलीनेस मार्तोमा थर्ड बोले तो बहुत बड़ा इंसान है, बड़ा व्यक्ति है। व्यक्ति मतलब तो एकदम जैसे हमारे में संत कहते हैं बराबर ना, वैसे आपका मैं स्वागत करता हूँ यहाँ पर। बहुत बहुत आपको धन्यवाद यहाँ पर देता हूँ। और कैंसर पेशेंट के लिए जो आपने यहाँ पर सेवा की है, मंदाताई मात्रे ने जो बताया है, निश्चित रूप से यहाँ पर जितना भी हम लोग कर पाएंगे हम लोग नक्की करेंगे। और आपके सपोर्ट में हम लोग हैं। वंस अगेन आई गिव माई बेस्ट रिगार्ड्स, विशेष एंड सपोर्ट टू हिज होलीनेस एंड चर्च इन जनरल। मे गॉड ब्लेस अस ऑल। थैंक यू। जय हिंद, जय महाराष्ट्र। एकनाथ जी का हम अब सत्कार करेंगे। या कार्यक्रमाचे शोभा वाढवल्याबद्दल सर आम्हाला तुमचा लय आभारी आहे। Now we request His Holiness to felicitate श्री एकनाथ शिंदे। जैसे सर ने हमें याद दिलाया, सर सिर्फ महाराष्ट्र के पालक नहीं, हमारे भी पालक है, हमारे भी पालक बनकर ही वह आगे भी काम करेंगे। जय हिंद। I would love to add one more sentence. We are very much grateful for the wonderful presence of Eknath Shindeji, who is the minister in this state, who has been giving wonderful leadership to the society and contributing to the transformation of the people at large. I would love to place a request that provided you give a space in the slum area in Turbe, we'll be more than happy to adopt that slum by the Malangara Orthodox Church
and we'll be having wonderful services. So kindly consider this, for which we look forward to have even for a school. Provided we have got a space, we'll start a school for the village slum dwellers there. Thank you. Thank you once again for your presence. Next, we request Shri Rajan Baburao Vichare, the MP, Thane Lok Sabha मतदार संघाचे खासदार साहेबांना 2 शब्द. आज या ठिकाणी भारतीय ऑर्थोडॉक्स चर्चच्या या चर्चमध्ये देशातले सर्वोच्च असे आमचे प्रमुख आदरणीय बर्सेलियस मार्तोमा मॅथ्यूस, ज्यांचं मला वाटतं या नवी मुंबई शहरामध्ये प्रथमच स्वागत होत आहे. त्या कार्यक्रमाला उपस्थित असलेले आमचे पालकमंत्री आदरणीय एकनाथ शिंदे साहेब, त्याचबरोबर या ठिकाणी खास उपस्थित असलेले केरळचे माजी मुख्यमंत्री आदरणीय उमन चांडीजी, त्याचबरोबर ग्रीवर्गीस मार कुर्लिस आर्च बिशप, त्याचबरोबर या ठिकाणी उपस्थित असलेले आमचे सन्माननीय आमदार आदरणीय मंदा म्हात्रेजी, त्याचबरोबर आमचे सन्नी साबू वर्गीस आणि समोर बसलेले आमचे लाड नंतर सन्माननीय आमचे गायकवाडजी आणि सर्व या नवी मुंबई शहरात आलेले सर्व बिशप आणि सर्व मान्यवर बंधू आणि भगिनींनो, सर्वप्रथम मी आमचे बिशप यांचं या नवी मुंबई शहरामध्ये स्वागत करतो. कार्यक्रमाला उशीर झालेला आहे, मी आपलं 2च मिनटं घेणार आहे. आज या ठिकाणी खास पालकमंत्री एकनाथ शिंदे साहेबांनी आपल्याला सांगितलं की केरळ आणि ख्रिश्चन समाज आणि आपल्या महाराष्ट्राचं एक वेगळं नातं आहे. आज मगाशी सांगितलं की त्याने नगरसेवक, आमदार, खासदार, जे आम्ही चरई विभागामध्ये राहतो ठाण्याला, त्या ठाण्यामध्ये मोठं चर्च आहे आणि तिथेच आम्ही लहानाचे मोठे झालो आणि त्या ठिकाणी एक सामान्य काम करत असताना आज नगरसेवक, महापौर, आमदार, खासदार अशी काम करण्याची संधी आपल्या सर्व समाजातील सर्व मान्यवरांच्या हस्ते मिळाले. कारण या चरईमध्ये मी जिथे राहत होतो त्या तिथे 50% ख्रिश्चन समाज होता आणि त्यावेळेला मी जेव्हा उभा राहिलो त्यावेळेला हाच समाज माझ्या पाठीशी होता. आणि मगाशी पालकमंत्र्यांनी सांगितलं की ज्यावेळेला केरळाला फ्लड आला होता त्यावेळेला शिंदे साहेबांचा मला पार्लमेंटमध्ये फोन आला की आपल्याला तुम्ही दिल्लीवरनं या इकडे, डॉक्टर श्रीकांत शिंदे आणि तुम्ही सर्व 200 डॉक्टरची टीम त्यावेळेला केरळामध्ये आम्ही लोक घेऊन गेलो. मला वाटतं रेल्वेच्या बोगीतून आपण सुद्धा अन्नधान्य असेल, त्याचबरोबर कपडे असतील,
नंतर त्या ठिकाणी लागणारे सर्व साहित्य आम्ही रेल्वेच्या बोगीनी स्पेशल बोगी करून त्यावेळेला आम्ही पालकमंत्री साहेबांनी पाठवलं आणि 200 डॉक्टरना घेऊन आम्ही त्या ठिकाणी आम्ही गेलो. मला वाटतं त्या ठिकाणी आलप्पी, कुटुनाड आणि चेंगनूर या ठिकाणी आम्ही जवळजवळ 5 ते 6 दिवस पालकमंत्री असतील, डॉक्टर श्रीकांत शिंदे असतील, मी आणि आमच्या ठाण्यातले सर्व मंडळी. मला वाटतं त्यावेळेला ओणम चालू होता, ओणम. आणि ओणम चालू असताना आपल्याला त्याच वेळेला नारळी पौर्णिमा हा सणसुद्धा येतो आणि त्यावेळेला आम्ही ओणम त्या ठिकाणी च्या वेळेला तिथे त्या ठिकाणी होतो. चर्चमध्ये आम्ही गेलो होतो सर्व आणि त्या मंडळींना दिलासा देण्याचं काम आम्ही करत होतो. मी एकच सांगेन की हा ख्रिश्चन समाज आहे, ह्यांचं नातं या महाराष्ट्राशी असेल, आमच्या मंडळींची असेल. मगाशी सांगितलं की शिंदे साहेबांनी त्या ठिकाणी ख्रिश्चन समाजासाठी जी दफनभूमी त्या ठिकाणी देण्याचं काम त्यावेळेला केलं. शिंदे साहेबांनी एक मोठं काम केलं आहे की त्या ठिकाणी ठाण्यामध्ये सर्व जाती धर्माच्या लोकांसाठी जवळजवळ 30 एकरमध्ये ठाण्यामध्ये हिंदू असतील, मुस्लिम असतील, ख्रिश्चन असतील, सर्व जाती धर्मांसाठी एक मोठी स्मशानभूमी त्या ठिकाणी करण्याचं काम त्याच्या माध्यमातून झालेलं आहे. मी मगाशी या ठिकाणी सांगितलं की मंदा म्हात्रेंनी की या ठिकाणी ह्या सुविधा पाहिजेत. आम्ही नक्कीच त्या सुविधा देण्याचा प्रयत्न करू, कारण हे करत असताना आज ह्या समाजाचं आणि आमचं वेगळं नातं आहे. मी परत एकदा ह्या मंचकावरती उपसले सर्व धर्मगुरू यांना आम्ही या नवी मुंबईमध्ये स्वागत करून त्यांना शुभेच्छा देतो आणि आपली रजा घेतो. जय हिंद, जय महाराष्ट्र, जय केरला. संसद सदस्य माननीय श्री राजन बाबूराव विचारे यांनी इथे आपल्या सर्वांना वेळ दिल्याबद्दल त्यांना त्यांचे आभार मानते व त्यांना स्मृतिचिन्ह प्रदान करून त्यांचा गौरव करूयात. नवी मुंबईचे नगरसेवक श्री लाड आणि श्री गायकवाड यांना Sri Rajan Jaredji, we are very much grateful for your presence, for your initiative to bring the minister here, and also for this solemn occasion, and your assurance that the extension of the support from the government and the party will be here. We are a minority, but at the same time, as you know, we are not getting even a single penny from abroad. These are the people who help us out, but we assure that we will be with the state of Maharashtra and also the activities in terms of helping out the poor and the needy and for the transformation in and through educational field. So we assure our activities and our commitment for the growth of this state of Maharashtra, and we hope and pray that God will bless us to march together for a better destiny tomorrow. Thank you. नवी मुंबईचे नगरसेवक श्री लाड आणि श्री गायकवाड साहेबांना विनंती करतात की ते व्यासपीठावर येऊन परमपूजनीय महापुरोहित यांना शाल घालून आदर सत्कार करावे. Thank you, dear corporators of the region of Vashi. His Excellency Elevinal Pidava will be now leaving
from this public meeting. We are really grateful, Tirumeni, for being part of this blessed occasion. Thank you, Pidar. Next, we invite Shri Justice J.B. Koshi on the dais. He is the chairman of Kerala Human Rights Commission, was the acting Chief Justice of the Kerala High Court. He was also the Chief Justice of Patna High Court. He is the National President of YMCA. He is in the Advisory Board of Sanpada College and Theo University. Sir, please come and say a few words. പരിശുദ്ധ കവലിക്ക ബാവ തിരുമേനി, മുൻ ചീഫ് മിനിസ്റ്റർ ശ്രീ ഉമ്മൻചാണ്ടി, ബോംബെ ഭദ്രാസന മെത്രാപ്പോലീത്ത ശ്രീ കൂറിലോസ് ത്രിവേണി, ശ്രീ ഏകനാഥ് ഷിൻഡെ, മിനിസ്റ്റർ അർബൻ ഡെവലപ്മെൻറ്റ് മഹാരാഷ്ട്ര, ശ്രീ രാജൻ വിഹാരെ MP താനെ, ശ്രീ ഗണേഷ് നായിക് MLA, ശ്രീമതി മാൻഡ മഹത്ര MLA, ശ്രീ വിജയ നഹത്ത IAS, and other dignitaries present in the dais. വന്യരായ വൈദികരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏവർക്കും എൻ്റെ നമസ്കാരം. വളരെ ഗംഭീരമായ ഒരു ചടങ്ങാണ് നടന്നത്. കാതോലിക്ക ദിനത്തിൻ്റെ അന്ന് 36 ഞായറാഴ്ച കുരുടനെ സൗഖ്യമാക്കിയ, പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ ഈ ദിവസം വളരെ സമ്പുഷ്ടമായ ഒരു സ്വീകരണം ബോംബെ ഭദ്രാസനം നൽകിയതിലും അതിൽ എന്നെ വിളിച്ചതിലും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വരുവാനും നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കുവാനും ഭാഗ്യമുണ്ടായതിൽ ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും ഭരണഘടനയുടെ സംരക്ഷണത്തിൻ്റെയും ചുമതല നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ സഭയുടെ സ്വാതന്ത്ര്യവും നമ്മുടെ വിശ്വാസ സംരക്ഷണവും അതേ സമയത്ത് രാജ്യത്തിനോടുള്ള സ്നേഹവും ഒരു ദേശീയ സഭയെന്നുള്ളതിൽ, നാഷണൽ ചർച്ച് എന്നുള്ള രീതിയിൽ we are much obliged to the Indian government also for all the help we are getting, and നമ്മുടെ സന്തോഷത്തോടുകൂടി എല്ലാവർക്കും എല്ലാ നമസ്കാരങ്ങളും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. Thank you, sir, for this address. Now we request His Holiness Baba Tirumeni to felicitate Sir with a memento. Next, I request Reverend Father Jacob Anish Varghese, who is the Vice President of the Program Committee, to give an introduction of the presentation of Dr. Theophilus Award. Glory be to the Holy Trinity. Your Holiness, Moran Mar Basilius Marthoma Matthews III, Your Grace, Givergis Mor Kurilos, Honorable Ministers, Members of Parliament, MLAs, dignitaries on the stage and off the stage. The late lamented Dr. Philippos Mor Theophilos, the erstwhile Metropolitan of the Diocese of Bombay, was a true son of the Malankara Orthodox Church. He carried his identity as an Orthodox bishop with much pride and dignity. He was exemplary in his roles as the principal of the Old Seminary Kottayam, the Mar Gregorios Orthodox Student Christian Movement,
and the architect of the Diocese of Bombay. He was known far and wide event which aims to acknowledge excellence and merit in various walks of life. The Diocese of Bombay has decided that the 5th Dr. Mark Theophilus Award be given to Dr. C.J. Samuel, an honorable and esteemed son of the Orthodox Church. It is only befitting that Dr. Samuel be accorded this honor because Dr. Philippos Martheopoulos was his mentor and spiritual guide. It was Dr. Martheopoulos who entrusted Dr. Samuel with the task of establishing a world-class school in the city of Bombay. Dr. Samuel not just fulfilled that dream, but also went on to play a leading role in unifying the schools across the Diocese of Bombay under the Education Board or the MOCCB. Dr. Samuel is a great educationist, a charismatic teacher, and a dedicated researcher. He is the author of 19 volumes of the Manual of Maharashtra Laws and has demonstrated principal judicial process, more than 30 research articles and 3 anthologies. He is the proud recipient of many prestigious awards, both nationally and internationally. And it is the pride and privilege of the Diocese of Bombay to honor Dr. C.J. Samuel with this award. May I, on behalf of the Diocesan Metropolitan, His Grace Givargis Markorilos, the clergy of the Diocese, the Diocesan Council, and the faithful of the Diocese, request His Holiness Moran Mar Baselios Marthoma Matthews III to award Dr. C.J. Samuel with the Dr. Philippos Mar Theophilos Award. We request His Holiness Baba Dirumeni to present the check award of 1 lakh rupee and a memento. Thank you, Baba Dirumeni. Thank you, Dr. C.J. Samuel. We request Dr. C.J. Samuel for the reply speech. Ministers Shri Eknath Shinde and Shri Rajan Vichare will now be leaving the dais. We are thankful to you, sirs, for being part of this historic occasion of the Diocese of Bombay. And also we thank the dais. Shri Umman Chandi, who has been
part of this public meeting for a very long time. Now he also says a goodbye and leaves the dais. Requesting Dr. C.J. Samuel, sir, to give the reply speech. In Bombay diocese. What comes through is one Sunday I was in India and I was thinking when St. Thomas started the Mass was over. Since I was alone and I knew nobody, because I have joined Pune University as a professor from the Delhi University. I was simply sitting there, not knowing any place. As I was sitting there, I saw a patient who was his spiritual guest came straight to me and started to sat there and there is something new that is what is going to happen. Came straight to me. That was always exist in Pune Church. Straight to me. I thought what is going to happen. Because I don't know who comes come and meet me also. Tirumeni came straight to me and with his usual smile, he addressed me, Dr. Samuel. I said, Ada Tirumeni, you are from Udaipur, that is the city of Rajputs and very notorious for warriors. Now you are in Pune, the Oxford of India. I wanted to hear the next sentence. I just looked at him
He said, I have great expectations from you. Politeness and humility gave me courage. I said, എന്തായിരിക്കും തിരുമേനി ഞാൻ ചെയ്യാനുള്ളത്? And he told me, this city, the Oxford of the East, how many educational institutions. But when I look down, I find there is no institution of Orthodox Church. I simply used one sentence to escape Theophilus Tirumeni. I said, Tirumeni, it will be done if God wills. ദൈവം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. This was the first short speech he and me, the two persons, nobody else to witness, exchanged. That was 42 years ago on a Sunday after the Holy Mass. Thereafter, since I was in Pune University as the head of the department, it was very convenient for Tirumeni to come to Pune, which he did very often. And when he comes to St. Thomas Church, one person from the church will come to the university, came to my chamber. തിരുമേനി, തേഫിലോസ് തിരുമേനി സാറിനെ വിളിക്കുന്നു. Since I was the head, I didn't have to take anybody's permission. I tell him, tell Tirumeni, I am just coming. And this sort of so many meetings we had, and we discussed so many things. The first sentence which Tirumeni reminded me, that is, Pune is the Oxford of the East, but we don't have any institution. And the first task he gave me was to start St. Thomas Public School in Pune Diocese. That is the present St. Thomas School, a small but very prominent educational institution in English medium. The people from the education department who used to visit the school, they reduced their visits. One day I asked them, why did you stop not coming to the school? He told me in Marathi, which I don't want to say here. What he told me was, we come here only to see what is wrong with the institution. We couldn't find a single one in many visits we did. We decided not to visit the school. I said, fine. After some time, with Theophilus Tirumeni wanted to make Pune the Oxford of the East, we started a school in the pious memorial of Theophilus Tirumeni in the outskirts of Pune. That school is the first or the second highest result-oriented institution in ICSE syllabus. ICSE syllabus is the most difficult thing, and our school is such that we have the
either first position or the second position in 10th standard. Most of the results will be distinction and going up to 99.9%. I do not want to speak much here. The inspiration that I got from Kurlos Tirumeni in the field of education is he go on giving me one after the other responsibilities. And he did not chew a word except when there is something to correct me. Otherwise, he is all appreciation and his smile always gives me encouragement. Now, after 42 years, I was told some 2-3 days ago, you are being sponsored as the Theophilos Memorial Award. I thought, if that is the will of God, I am here to receive that one. And now, a couple of minutes ago, പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിശുദ്ധമായ കൈകൾ കൊണ്ട് എനിക്കൊരു അവാർഡ് തന്നു. And that award is nothing but another opportunity for me to serve the educational institutions of the Orthodox Syrian Church. I am accepting that one. I think there was a cover also along with that one. That can be only money. I think that is money that I will consult Kurlos Tirumeni and decide its disposal, and which I will let everybody know later on. Thank you very much. Thank you. Next Thank you, sir, for your valuable words. Next we have the Achievement Awards. These awards are the token of respect and honor conferred to our own faithful members from the Holy Church of the Diocese of Bombay for their achievements in various fields. We request the awardees to kindly come as we mention your names and to receive the memento from His Holiness Baba Tirumeni. The first achievement award will be presented to Mrs. Minnie Ipe. She is currently the Managing Director of Life Insurance Corporation of India, also worked as Executive Director Legal, Executive Director International Operations. She has been recognized as India's top 100 women in finance in the year 2020 by the Association of International Wealth Management of India. Next, we request Mrs. Alice Vaidyan. Mrs. Alice Givargis Vaidyan was Chairman and Managing Director of General Insurance Corporation of India and the First Lady CMD in the Indian insurance industry, presently serving as Independent Director on the boards of Air India, Tata Life and Tata General Insurance Companies and other boards. Next, we welcome Dr. Mathayu Givargis Vaidyan, who is the Deputy Managing Director of State Bank of India after an illustrious career spanning 37 years and foreign assignments in US and South Africa. Presently working with Tata Trust, the holding company of Tata Sons and other Tata Group companies as whole-time senior advisor since the last 5 years. Next, we request Mr. Ebi Kuruila, the former Indian pace bowler. In 2012, he was appointed as the National Selector for the BCCI. He was appointed as Talent Scout for Mumbai Indians. Currently, he is the GM of BCCI of Game Development. We now start with felicitating the senior members of the diocese as a part of Golden Jubilee celebrations. This church has a long tradition of the Orthodox faith and the സൈഡിലേക്ക് മാറ്റിയാണ്
This church has a long tradition of the Orthodox faith and the apostolic succession. There are many who contributed for the well-being and nurture of this diocese. We welcome and congratulate all the senior members of the diocese. Firstly, we invite Very Reverend P.M. Matthew Corpiscopa, In absentia, we request Dr. Bright Philip to kindly come up on stage. This award is for Very Reverend P.M. Matthew Corpiscopa, who is presently in Baroda. He hails from Airur Mavelil Perangata House. He has been serving this diocese for very long years. Next, in absentia, we request Reverend Father T.O. Thomas Achan to kindly come ahead and take the memento on behalf of Very Reverend C.V. Kuriakos Corpiscopa Achan. His invaluable service is ever a great contribution to the Diocese of Bombay. Next, we invite Reverend Yeshudasan Puteto Vasai Church. He is the senior priest of the diocese, was a member of the Dada Church, left his job with the Western Railways and joined the seminary. On behalf of him, his son John Yeshudasan will be collecting the award. Next, we invite Mrs. Sarah Potham from Dada Cathedral. She was one of the founder members of Dada Cathedral. She was also part of the Dada Construction Committee. Her contributions and timely inputs have always been valuable. Next, we invite Mr. Joy K. Verghese, the senior member of Dada Cathedral, for his invaluable service, devotion, and wise guidance that he has been rendering to the Dada Cathedral and the diocese at large. We invite Mr. Abraham Baby, member of St. Thomas Malad Villevali, who is very closely connected to the church and its activities from very long decades. On behalf of him, we request his daughter to kindly come ahead and take the memento. Next, we welcome Mr. M.T. Kochugunya. He is the chairman of the Ray Group of Constructions. He has a career that spans more than 50 years in the field of industrial and infrastructure construction. He is also involved in various projects and establishments of our church. Next, we invite Mr. M.P. Abraham in absentia. We request Reverend Father Shaji Jagwachan to kindly come ahead and take the award and receive it from His Holiness Baba Tirumeni for his great work that he has been rendering to the parishes and the diocese of Bombay. Next, we invite Mr. R.T. Thomas in absentia. Father Thomas Myalil will collect the award. He is born in Patamditta, member of St. Mary's Orthodox Church, Puthanpidika, retired as Assistant Vice President from Reliance Industries. Next, we invite Mr. V.C. John from Vashi Church. Uncle has been one of the founding members of Vashi Church. His contributions to the church is witnessed by the older generation of the church and well known with the younger ones. Next, we have the book launch. The book launch, which will be introduced by Reverend Father George George, the faculty of the New Testament from the St. Thomas Orthodox Theological Seminary, Nagpur. This book has been authored by Mr. T.D. Koshi, a senior member of St. John's Orthodox Syrian Church, Andheri, requesting Reverend Father George Achan to kindly speak and introduce the book. For its release to be done by His Holiness Moran Mar Baselios Marthoma Matthews III. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ കൂർലോസ് തിരുമേനി, all the dignitaries who are on and off the dais.
ബഹുമാനപ്പെട്ട TD കോശി തയ്യാറാക്കിയ മൈ കമ്പാനിയൻ ടു ബൈബിൾ സ്റ്റഡീസ് എന്ന പുസ്തകം അവതരിപ്പിക്കുന്നതിനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അഭിവന്യ കൂർലോസ് തിരുമേനിയുടെ അനുഗ്രഹാശിസ്സുകളോടും തിരുമേനിയുടെ നിർദ്ദേശപ്രകാരവും ഈ പുസ്തകത്തിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ എനിക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് സമയക്കുറവ് മൂലം ഈ പുസ്തകത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും ഈ പുസ്തകം സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കും വേദപുസ്തക പഠിതാക്കൾക്കും അവരുടെ പഠനത്തിനായി ഉപയോഗിക്കുവാനുള്ള എല്ലാ അടിസ്ഥാനപരമായ അറിവുകളും വേദപുസ്തകത്തെക്കുറിച്ച് ലഭിക്കുന്ന ഒരു പുസ്തകമാണ്. രണ്ടാമതായി, ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത് ബഹുമാനപ്പെട്ട TD കോശി, ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്, 2 പേജുകളിലായി, ഞാൻ അധികം പുസ്തകങ്ങളിലൊന്നും കാണാത്ത ഒരു കാര്യം, 2 പേജുകളിലായി മാത്രം വേദപുസ്തകത്തെ അദ്ദേഹം സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളെല്ലാവരും ആ 2 പേജെങ്കിലും പ്രത്യേകമായി ഈ പുസ്തകത്തെക്കുറിച്ചൊന്ന് അറിയുവാൻ വേണ്ടി വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മലങ്കര സഭയുടെ ഭാവി ഉള്ള ആളുകൾക്ക്, ഭാവിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക്, വേദപുസ്തക പഠിതാക്കൾക്ക് നല്ല ഒരു അറിവ് നൽകുന്ന ഒരു പുസ്തകമാണ് ഈ മൈ കമ്പാനിയൻ ടു ബൈബിൾ എന്ന് പറയുന്നത്. ഇത് സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായി തീരട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കോശി അങ്കിളിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. Thank you, Georgie Achan. Now we request Mr. TD Koshi to bring the copy on the stage. His Holiness Baba Tirumeni will now release this copy. The first copy of this released book will be given to the Diocesan Metropolitan, His Grace Givargis Mar Kurlos Tirumeni. All the priests of this diocese are requested to collect the complimentary copies from the bookstall which is being arranged right at the gate. Let's give a loud applause for this great work that Mr. TD Koshi has produced through this book. Thank you. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ, സഭയുടെ തേജസ്, മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ, പൗരസ്ത്യ സ്വതന്ത്ര കാതോലിക്കറ്റിൻ്റെ കാവൽഭടൻ, we invite His Holiness Moranmar Baselios Matthews Trudian Katholika Baba to kindly receive our token of love and gratitude. ബോംബെ ഭദ്രാസനത്തിൻ്റെ ആദരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിയുറച്ച പിന്തുണയുടെയും പ്രതീകമായ ഒരു സ്നേഹോപഹാരം ഭദ്രാസനത്തിലെ ഇടവകകളിൽ നിന്നും എല്ലാ മലങ്കര സഭാമക്കളുടെയും ഈ സ്നേഹോപഹാരം പരിശുദ്ധ ബാബ തിരുമനസിന് നൽകുന്നതിനായി ഭദ്രാസന സെക്രട്ടറി റവറൻ ഫാദർ തോമസ് കെ ചാക്കോ അച്ഛനെ മുന്നോട്ട് ക്ഷണിക്കുകയും തോമസ് കെ ചാക്കോ അച്ഛൻ ഈ സ്നേഹോപഹാരം അഭിവന്യ ഇടവക മെത്രാപ്പോലിത്ത തിരുമനസിന്റെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് അഭിവന്യ തിരുമനസ് ആ സ്നേഹോപഹാരം പരിശുദ്ധ ബാവായിക്ക് സമർപ്പിക്കുകയും ചെയ്യും. അതോടൊപ്പം മൊമന്റോയും പരിശുദ്ധ ബാവായിക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നു. സഹോദരൻ എന്നുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ സ്നേഹോപഹാരം ഉപയോഗിക്കുന്നതാണ്. പരിശുദ്ധ പിതാവിൻ്റെ ഇനിഷ്യേറ്റീവാണ് to continue the altruistic work for the financially distressed irrespectively of caste, creed and religion. Thank you, Tirumeni. We request the amount that the Diocese of Bombay and the parishes together
have gifted and presented Baba Tirumeni is rupees 7 lakhs. Let us give a loud applause for this great initiative. We request Mr. Daniel Verghese, the program പരിശുദ്ധ ബാവ തിരുമനസ്സും കൊണ്ട് ഇപ്പോൾ ടൈസ് പ്രോഗ്രാമിൻ്റെ വെബ്സൈറ്റ് ലോഞ്ചിങ് ഇപ്പോൾ നടത്തുന്നു. തിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഈസ്റ്റേൺ സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം ആയിരിക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ വെബ്സൈറ്റ് ലോഞ്ച് നടത്തുന്നതിനായി പരിശുദ്ധ ബാവ തിരുമേനിയെ ക്ഷണിക്കുന്നു. Thank you, Baba Tirumeni. We request Mr. Daniel Verghese, the program coordinator. In our country and the rest of the world. And we believe that Eastern spirituality is a way to guide people and be a beacon of hope in these times. So Theo Institute of Eastern Studies is a place for you to get and learn a little more about Eastern spirituality. We will start our program 1, Introduction to the Orthodox Christian Spirituality, on April 28th. And we have, I suppose you can see the visuals on the screen. We have just launched the website so that you can go in and know more about it. It's TIES, TIES, Mumbai.in. We have a distinguished faculty and an administrative team behind this. But before that, let me explain to you what is TIES about. Theo, the name that we have taken for the institute, is inspired by our Mark Theophilus Tirumeni, who's been our guiding light for the Bombay Diocese. And this is a way Theophilus Tirumeni also would like to remember him. I don't know how many of you know him. If you just walk to the museum behind here, there's a certificate which all of us would like to have. And that's from the Harvard University of Dr. Mark Theophilus. He did his doctorate in divinity from the Harvard University, which many of us and our generations to come would proudly like to have one. A scholar and an architect of the modern Bombay Diocese is the hope and the theme behind this institute. So Theo, word means God, is inspired from Theophilus, the lover of God. So this is how the name has come, and it's the Theo Institute of Eastern Studies that I'm introducing to all of you. Now, a quick word on the academic team that's here. We have distinguished Achans of our seminaries, led by Dr. K.M. George, who will be the director, Dr. Vijay Felicitation, who will be the joint director, Dr. Koshi Vaidyanathan, who is our dean for academics, and our own Dr. Jomo Nathan, who will be the deputy dean for the academics. This is also led by an eminent team of administrative people who have been working on these for the last 2 years, which from all the parishes of Mumbai. And you can see their names on the screen. So a big round of kudos to all of them. I would request you to join your hands together because there's a lot of hard work behind this, and the laymen here deserve a round of applause. The program 1 starts on 28th April after Pudu Nyaraicha, and we will have the introduction in 40 hours. This is over 5 months, 1 week per class. The main objective is to target students who have a language issue. Courses are designed to be online and in English, unless otherwise necessary, the native language will be used, not used. So please do log into tiesmumbai.in, know more about it. It's very interesting syllabus that you will see, and there's a small fee structure. We don't want anyone to be free here just because we don't want it to be taken lightly. If you're joining in, do join it for serious studies of Eastern spirituality. And this institute looks forward to more opportunities to serve the community in Eastern spirituality through study of other religions, Semitic and Indian origins, Hinduism, Jainism, Islam, or the Jewish faith. So we would like to bring in, and even in this program, there is a session where we bring panelists from other religions and get to know how they view the same in their context. So do have a look at tiesmumbai.in. We look forward to your participation for the first batch. Limited seats. It won't be a crowded class, I can assure you that. So thank you once again for this opportunity.
and please pray for the Institute as it starts its progress. Thank you so much. Thank you, Daniel, sir. Indeed, a lot of our younger generation will come ahead and be a part of DIOCESE. ഒരു വാക്ക് മലയാളത്തിലും കൂടെ പറയുകയാണ്. ഇത് വളരെ സ്വപ്ന ഭൂമിയിൽ ഉള്ള ഒരു വിഷയമാണ്. അഭിവന്യ തേഫലിച്ചനയുടെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് രൂപം കൊടുത്തതിൻ്റെ ഒരു ഭാഗമായിട്ട് തിയോ മിനിസ്ട്രിയിൽ തിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഈസ്റ്റേൺ സ്റ്റഡീസ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു പ്രത്യേക വിങ് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. തിയോളജി, കൗൺസിലിംഗ്, മിഷൻ, ഈസ്റ്റേൺ റിലിജിയൻസ് ഇതെല്ലാം കൂടെ പഠിക്കാനുള്ളൊരവസരമാണ്. മലയാളം വലിയ നിശ്ചയമില്ലാത്ത ചെറുപ്പക്കാർക്കും ധാരാളമായിട്ട് പഠിക്കാനുള്ള സംവിധാനമാണ്. ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ, വിജേഷ് ഫിലിപ്പച്ചൻ അതുപോലുള്ള പ്രസിദ്ധരായിട്ടുള്ള തിയോളജിയൻസ് ഒരു വലിയ ടീം ഉണ്ടാക്കി അത് ക്രമീകരിച്ചിരിക്കുകയാണ്. പരിശുദ്ധ ഭാഗത്തിന്മേനാണ് അതിൻ്റെ പേറ്റൺ. അനുഗ്രഹരമായിട്ട് അതിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങിക്കഴിഞ്ഞു. അതിന് വിശദാംശങ്ങളുണ്ട്. അത് ഇതിൽ ലിങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് വിശദാംശങ്ങൾ വരും. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ആമുഖമായിട്ട് ഒരു സൂചന തരികയാണ്. ഇതും നിങ്ങൾക്ക് സഹായം ചെയ്യും. താല്പര്യപൂർവ്വം അതിൽ ബന്ധപ്പെടണം, പ്രാർത്ഥനാപൂർവ്വം അതിൽ സഹകരിക്കണം. അതിനുവേണ്ട എല്ലാ ഒത്താശയും നൽകണം എന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. Thank you, Diruveni. Now, here is the time for what we were looking forward for. We request His Holiness Moran Mar Baselios Marthoma Matthews III to kindly come and address the gathering and bless us with your words of grace and blessings. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ കൂർലോസ് തിരുമേനി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ, ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളുമേ, ഏറ്റവും അവസാനം പ്രസംഗിക്കാൻ കിട്ടുന്നതൊരു ഭാഗ്യമാണ്. കാരണം വളരെ കുറച്ച് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള ഒന്ന്. രണ്ടാമത്, പ്രധാനപ്പെട്ട പ്രസംഗരെല്ലാം പോയി കഴിഞ്ഞിരിക്കും. അതുകൊണ്ടും നമുക്കൊരാശ്വാസമാണ്. ഇനിയുള്ളത് ഞങ്ങൾ കുറച്ച് പരസ്പരം അറിയാവുന്ന ആളുകളെ ഉള്ളൂ. അവരോടെന്തോ പറയാൻ, അവരോടൊന്നും പറയാനുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം. ഞാൻ കൂർലോസ് തിരുമേനിയുടെ ഇടയ്ക്ക് ചോദിച്ചു, കുർബാന കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാപ്പി ഉണ്ടായിരുന്നു എന്ന്. സമൃദ്ധമായ കാപ്പി കൊടുത്തെന്നാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഭക്ഷണവും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായിരുന്നാലും നിങ്ങളെല്ലാം പോകാത്തതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി. ഞങ്ങളൊക്കെയാണെങ്കിൽ അവിടെ മീറ്റിംഗ് വെക്കുമ്പോൾ പകുതി കഴിയുമ്പോൾ ആളുകൾ ഇറങ്ങിപ്പോവും. ഇതിവിടെ നിങ്ങൾ പോവില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പേടിക്കണ്ട, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ കൺഗ്രാജുലേറ്റ് കൂറിലോസ് തിരുമേനി ആൻഡ് ദി അതർ പീപ്പിൾ who has convened a very beautiful meeting today. ഇവിടെ വളരെയധികം ശ്രമം എടുത്ത് ഇത്ര മനോഹരമായിരിക്കുന്ന ഒരു സമ്മേളനം സംഘടിപ്പിച്ചത് അനേകം ആളുകളുടെ പ്രയത്നഫലമായിട്ടാണ് എന്ന് മനസ്സിലായി. And I also appreciate his leadership. He has not moved somewhere. Everybody or everything was done by the priests and other co-workers. അതൊരു വലിയ മഹത്വമാണ്. തിരുമേനിക്ക് ഒരു കാലത്തും സഹായികളില്ലാതിരുന്നിട്ടില്ല. എപ്പോഴും തിരുമേനിക്ക് ഇടകുത്തും വലതുമായിട്ട് അനേകം ആളുകളെ സഹകരിക്കാനുണ്ട്. അതുതന്നെ ഒരു
ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഈ സമ്മേളനം ഇവിടെ ആരംഭിക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കാനുള്ള ഒരു വലിയ കാര്യം മലങ്കര സഭയുടെ സ്ഥാപകനായിരിക്കുന്ന മാർത്തോമാ ശ്ലീഹ രക്തസാക്ഷിത്വം പ്രാപിച്ചതിൻ്റെ 1950 വാർഷികമാണ് 2022 നാം ആഘോഷിക്കുന്നത്. അത് സഭയുടെ നേതൃത്വത്തിൽ നിരണം പള്ളിയിൽ വെച്ച് ഡിസംബർ 21 വേണ്ടതായ കാര്യങ്ങളോടുകൂടെ ക്രമീകരിച്ചിട്ടുണ്ട്. നിരണം ഭദ്രാസന മെത്രാപ്പൊലീത്ത ക്രിസോസ്റ്റമോസ് തിരുമേനി അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനായി ചുമതലയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യവും അറിയിക്കുന്നു. രണ്ടാമതൊരു കാര്യം ഉള്ളത്, ഈ ഭദ്രാസനം ഉൾപ്പെടുന്ന സ്ഥലത്ത് മെത്രാപ്പൊലീത്തായിരുന്ന ജൂലിയോസ് മാർ അൽവാറീസ് തിരുമേനിയുടെ 100 വർഷത്തെ ഓർമ്മ നാം പുതുക്കുന്ന ദിവസമാണ്. നിശ്ചയമായിട്ടും മലങ്കര സഭയ്ക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നുള്ളത് ഞാനിവിടെ പ്രത്യേകം പറയേണ്ടതില്ല. ബോംബെ നിവാസികൾക്കെല്ലാം അറിവുള്ളതാണ്. മറ്റൊരു പ്രത്യേകത, ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന ഫിലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനിയുടെ 25ാമത് ആനിവേഴ്സറി ഓർമ്മ നമ്മൾ നടത്തുന്ന ഒരു വർഷം കൂടിയാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അഭിമാനമാണ്, മലങ്കര സഭയ്ക്ക് അഭിമാനമാണ്, ഈ ഭദ്രാസനത്തിനും അഭിമാനമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാ ആശംസാ പ്രസംഗകരും പറഞ്ഞതായ നല്ല വാക്കുകൾക്ക് വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും മലങ്കര സഭയുടെ പ്രവർത്തനത്തിൽ നൂതനമായ കാഴ്ചപ്പാടുകളിലൂടെ നാം പ്രവർത്തിക്കേണ്ട സാഹചര്യവും അതിനെല്ലാ തരത്തിലുള്ള സഹായവും നൽകുന്ന രീതിയിലാണ് എല്ലാവരും പ്രസംഗിച്ചത് എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുണ്ട്. ഈ ഭാരതത്തിലെ ഒരു ദേശീയ സഭയായി ഇന്നുവരെ നിലനിൽക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത്. ഞാൻ റഷ്യയിൽ പഠിച്ചിരുന്നുകൊണ്ടിരുന്ന കാലത്ത് ഏതാനും ചില കുടുംബങ്ങളുമായി പ്രാർത്ഥനയ്ക്ക് ആരാധനയ്ക്ക് വരുന്ന കുടുംബങ്ങളുമായി ബന്ധപ്പെടാനിടയായി. അവരൊക്കെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളെ തികഞ്ഞ ആത്മീയ ആചാര്യന്മാരായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണം അതാണ്. മഹാരഥന്മാരായിരുന്ന ഋഷിമാരുടെ, മഹാമുനിമാരുടെ ഒരു സ്ഥലം എന്നുള്ളതിൽ ഭാരതത്തിന് എന്നും ലോകത്തിലെല്ലാം ഉള്ള സ്ഥാനം ഒരു ആധ്യാത്മിക കേന്ദ്രം എന്നുള്ളതാണ്. അത് പഴയ കഥയാണ് എങ്കിലും ഇന്നും അത് പരിപൂർണമായി തുടച്ച് നീക്കപ്പെട്ടിട്ടില്ല. പല പല പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും കാലത്തിൻ്റെ ഒഴുക്കിൽ നമ്മുടെ ഭാരതത്തിലും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇന്നും ഭാരതത്തിന് മറ്റുള്ളവരുടെ മുമ്പാകെ തല ഉയർത്തി നിൽക്കുവാനുള്ള ആ ആത്മീയ പാരമ്പര്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഭാരതത്തിൽ വലിയതായ സാക്ഷ്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അഭിനന്ദ തിരുമേനി ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതിനകത്ത് ഞാനത് കണ്ണോടിച്ച് നോക്കിയപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ ആദ്യം കണ്ട കാര്യങ്ങളെക്കാൾ അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഈ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്, ഭാരതത്തിൻ്റെ ആത്മീയ സമ്പത്തിനെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പര കൂടെ അതിൽ ഉണ്ട് എന്ന് കാണുമ്പോൾ നമ്മൾ ഈ ഭാരതത്തിലെ
സർവ്വ മതങ്ങളുമായിട്ടും ഭാരതത്തിലെ ജനങ്ങളുമായിട്ടും അത് ഭൗതികമായ രീതിയിലല്ല, ആത്മീയമായ തലത്തിൽ കൂടെ നമ്മൾ ഒന്നാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഭാരതത്തിൻ്റെ ആത്മീയ ഉറവിടങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൽ നിന്ന് സഭയ്ക്കും സ്വാംശീകരിക്കാനുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരാഗ്രഹം അവിടെ കാണുന്നത് നിശ്ചയമായിട്ടും അത് വളരെയധികം പ്രശംസനീയമാണ്. കാരണം മതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ഈ മതങ്ങളുടെ ചരിത്രവും അതിലെ നേതാക്കന്മാരും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ആ മതത്തിൻ്റെ അന്തസത്ത എന്താണെന്നും അതിൻ്റെ ഊന്നലുകൾ എവിടെയാണെന്നും ആ ഊന്നലുകൾ എങ്ങനെ നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നത് ആണ് ശരിയായ ഇൻഡിജിനൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ സ്വദേശീയമായി സഭയെ വളർത്തുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അതിലുള്ള ഒരു ശ്രമം ഈ യൂണിവേഴ്സിറ്റിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രോത്സാഹജനകമായ ഒരു കാര്യമാണ്. അതിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. നിശ്ചയമായിട്ടും ബഹുമാനപ്പെട്ട കെ എം ജോർജനും വിജേഷ് ഫിലിപ്പച്ചനും തുടങ്ങിയ വേദശാസ്ത്രജ്ഞന്മാരൊക്കെ അതിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഇതിനെ നല്ല ദിശാബോധം കൊടുത്ത് വളർത്തുവാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ സഭ ഭാരതത്തിലെ ദേശീയ സഭയാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വവും ഒരു ധാർമ്മികമായ കടപ്പാടും ഈ സമൂഹത്തോടുണ്ട്. ആ ഉത്തരവാദിത്വവും എല്ലാം അടങ്ങിയിരിക്കുന്നത് ഭാരതത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് നമ്മൾ ഭാഗഭാക്കാകണം എന്നുള്ളതാണ്. വികസനമെന്ന് പറയുമ്പോൾ അത് പാലം പണിയുന്നതും ഓവർബ്രിഡ്ജ് പണിയുന്നതും അല്ലെങ്കിൽ മറ്റ് അതുപോലെയുള്ള കാര്യങ്ങൾ പണിയുന്നതുമാണ് എന്ന് മാത്രം ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ മെട്രോയെക്കുറിച്ചുണ്ട്, കേരളത്തിലൊരു സിൽവർ ലൈനിനെ കുറിച്ച് ഒരു വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം വികസനമാണ്. എനിക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത വികസനത്തിൻ്റെ ഒരു വശം വലിയ ഓവർബ്രിഡ്ജുകളും വലിയ പാലങ്ങളും മെട്രോകളുമൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്, അതിനെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മെട്രോയുടെ അതുപോലെ ഓവർബ്രിഡ്ജിൻ്റെയൊക്കെ തൂണുകൾ വളരെ വലിപ്പമുള്ള തൂണുകളും അതിൻ്റെ ബേസ്മെൻറ്റും വളരെ വലിപ്പമുള്ളതായതുകൊണ്ട് നമ്മുടെ പാവപ്പെട്ടതായ അനേകം ആളുകൾക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്ന ഒരു വികസനം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, വികസനം എന്ന് പറയുന്നത് പാലവും ഓവർബ്രിഡ്ജും മെട്രോയുമല്ല. അതാവശ്യമാണ്. പക്ഷേ മനുഷ്യൻ്റെ വികസനമാണ് ഇവിടെ ആവശ്യമായിരിക്കുന്നത്. മനുഷ്യൻ്റെ ഉദ്ധാരണം, മനുഷ്യൻ്റെ വളർച്ച. ഭാരതത്തിൽ 20% ആളുകൾ 80% ആളുകൾക്ക് ഉപജീവനത്തിന് ആവശ്യമായിരിക്കുന്ന സ്വത്ത് മുഴുവൻ കൈക്കലാക്കിക്കൊണ്ട് 80% ദാരിദ്ര്യരേഖയുടെ താഴെ താമസിക്കുമ്പോൾ എത്ര മെട്രോ സ്ഥാപിച്ചാലും നമ്മൾ എവിടെ വികസനം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ദരിദ്രനാരായണന്മാരായ 135 കോടി ജനങ്ങളിൽ 100 കോടി ജനങ്ങൾ ദരിദ്രനാരായണന്മാരായി ജീവിക്കുമ്പോൾ 30 കോടി ജനങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാനും പ്രവർത്തിക്കുവാനുമൊക്കെ ഇട നൽകുന്ന വികസനമാണോ വികസനം? ഇത് നമ്മൾ ചിന്തിക്കണം. പാവപ്പെട്ട ആളുകൾ ജീവസന്ധാരണത്തിന് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ മറ്റുള്ളിടത്ത് ചെല്ലുമ്പോൾ കാണുന്നതാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണം കഴിഞ്ഞാൽ അടുത്ത നേരത്തെ ഭക്ഷണത്തിനില്ലാതെ, സ്വന്തമായി കെട്ടുറപ്പുള്ളൊരു വീടില്ലാതെ വാടക വീട്ടിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ
ഒക്കെ അവർ കഴിഞ്ഞുകൂടുന്ന റെയിൽവേ സ്റ്റേഷനിൽ മറ്റിടത്തും കഴിഞ്ഞുകൂടുന്ന മനുഷ്യർ നമ്മുടെ സഹോദരങ്ങളല്ലേ? അവരുടെ വളർച്ചയല്ലേ നമ്മുടെ വളർച്ച? അവർ വളരാതെ നമ്മൾ വളർന്നാൽ എന്താണ് നമ്മുടെ വളർച്ചയുടെ അന്തസത്ത? എൻ്റെ സഹോദരൻ കിടപ്പാടമില്ലാതെയും ചികിത്സിക്കാൻ സാമ്പത്തിക സ്ഥിതിയില്ലാതെയും വിദ്യാഭ്യാസം ചെയ്യുവാൻ പണമില്ലാതെയും കഴിയുന്നുവെങ്കിൽ എൻ്റെ സമ്പത്തോ എൻ്റെ സുഖത്തിനോ എന്തർത്ഥം? അതിനർത്ഥമില്ല. കാരണം ദൈവം പിതാവാണെങ്കിൽ നമ്മളെല്ലാവരും സഹോദരങ്ങൾ. നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ ലോകം, നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ സമ്പത്ത്. ഈ സമ്പത്ത് നമ്മൾ മറ്റുള്ളവരിൽ കൊടുക്കാതെ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ പാപമാണ്. തിയോഫിലോസ് ഓഫ് ആന്റിയോക്ക് എന്ന് പറയുന്ന 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പിതാവ് പറഞ്ഞ വാക്യമുണ്ട്: നിങ്ങളുടെ പോക്കറ്റിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന പണമെല്ലാം ആരുടെയോ നിങ്ങൾ മോഷ്ടിച്ചതാണ് എന്ന്. ചിന്തിച്ചു നോക്കണം. എനിക്ക് ഉപയോഗിക്കേണ്ടതാണെങ്കിൽ ഞാൻ ഉപയോഗിച്ചിരിക്കും. അത് മറ്റുള്ളതിന് ഉപയോഗിക്കാതിരിക്കുന്നുവെങ്കിൽ അവിടെയാണ് നമ്മുടെയൊക്കെ ചിന്തകൾ വളരേണ്ടിയുണ്ട്. സാധാരണ ഞാൻ പ്രാർത്ഥനയോഗത്തിനൊക്കെ പോകുമ്പോൾ പിള്ളേർ പാട്ട് പാടാറുണ്ട്. എനിക്കത് വലിയ ഭംഗിയായിട്ട് അറിയാൻ പാടില്ല. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, പിന്നെന്താ പറയുന്നത്, പരിശുദ്ധാത്മാവേ ശക്തി വരണമെന്നാണ്. എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. എനിക്ക് പാട്ടറിയാൻ പാടില്ലെങ്കിലും ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ അതിശയം ലോകത്തിൽ വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണോ പാടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല, എന്തെങ്കിലും ഒരു പാട്ട് പാടിയെങ്കിലല്ല അടുത്ത പ്രസംഗം ചെയ്യാനൊക്കെ ഉള്ളൂ. അതിനുവേണ്ടി പാടുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്താ ഈ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം? ആദ്യ നൂറ്റാണ്ടിലെ അതിശയം എന്താ? എല്ലാവരും വിശ്വസിച്ച എല്ലാവർക്കും ഏക മനസ്സായിരുന്നു. അവരെല്ലാവരും തങ്ങൾക്കുള്ളതെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അപ്പോസ്തലന്മാർ എല്ലാവർക്കും അവനവൻ ആവശ്യമുള്ളത് ഈ രീതിയിൽ കൊടുത്തു. ബോംബെ ഭദ്രാസനത്തിലെ പള്ളികളിലുള്ള എല്ലാവരും അവരുടെ വീടും പറമ്പും എല്ലാം വിറ്റ്, അല്ലെങ്കിൽ അവർക്ക് ബാങ്കിലുള്ളതായ പൈസ മുഴുവനും ലോക്കറിലുള്ളത് എല്ലാം കൂറിലോസ് തിരുമേനിയുടെ കാൽക്കൽ കൊണ്ടുവെക്കുക. അതിനുശേഷം കൂറിലോസ് തിരുമേനി ഈ ഭദ്രാസനത്തിലുള്ള എല്ലാവർക്കും അവരവരുടെ ആവശ്യമനുസരിച്ച് കുഞ്ഞുങ്ങളുടെ പഠനത്തിനാണെങ്കിലും കൊള്ള എന്തിനും കൊടുക്കുക. നടക്കുമോ? നടക്കുകയില്ല എങ്കിൽ അതാണ് അതിശയം എന്ന് പറയുന്നത്. അതാണ് 1-ാം നൂറ്റാണ്ടിൽ നടന്ന അതിശയം. ഇന്ന് 21 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ആ അതിശയം നടക്കാൻ പോകുന്നില്ല. ആ അതിശയം നടക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നല്ല കാര്യം. ആ അർത്ഥം അറിഞ്ഞുകൊണ്ട് പാട്ട് പാടണം. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ സ്വാർത്ഥത മാറ്റിവെച്ചേ പറ്റുള്ളൂ. സ്വാർത്ഥതയിൽ ആനന്ദം കാണുന്നവരാണ് നമ്മളെല്ലാം. ബാങ്കിൽ ഓരോ 1000 കൂടുമ്പോൾ, പണ്ട് ദുനിചന്ദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഗുരുനാനാക്കിൻ്റെ കാലത്താണ്, അദ്ദേഹം ഓരോ 1000 രൂപയും, അന്ന് 1000 വലുത്, ഇന്ന് കോടിയാണ് വലുത്, 1000 രൂപയും കൂടുമ്പോൾ തൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു കൊടി നാട്ടി വെക്കുമെന്നാണ്. അപ്പോൾ എത്ര കൊടിയുണ്ടെന്ന് എണ്ണി നോക്കിയാൽ അറിയാം അദ്ദേഹത്തിന് എത്ര 1000 ബാങ്കിലുണ്ട് മിച്ചമുണ്ടെന്ന്. ഇപ്പം നമ്മളുമൊക്കെ കൊടി നാട്ടാൻ തുടങ്ങിയാൽ എത്ര കൊടി നാട്ടുമല്ലേ? നമ്മുടെയൊക്കെ പറമ്പിലെല്ലാം കൊടി നാട്ടിയാൽ അതോ 1000-1000 നാട്ടണ്ട. ഇന്നിപ്പോൾ 1000-നൊന്നും വിലയില്ല. 1 കോടിക്കുള്ള കൊടി നാട്ടിയാൽ തന്നെ എത്രയുണ്ടായിരിക്കും? പക്ഷേ ഫീസ് കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ട് നേഴ്സിംഗ് കോളേജിൽ നിന്ന് ഇറക്കി വിട്ട കുട്ടികൾ അവരുടെ ഫീസ് അടയ്ക്കാൻ പൈസ കൊടുക്കാൻ നമ്മളാരുണ്ടോ?
ഇവിടെയാണ് നമ്മുടെ സഹോദര സ്നേഹം ചോദ്യചിഹ്നത്തിലാണ് എന്ന് പറയും. നമ്മുടെ സഹോദര സ്നേഹം ചോദ്യചിഹ്നത്തിലാണ്. ഇന്ന് ബാങ്ക് ബാലൻസിൽ ആഹ്ലാദം കണ്ടെത്തുന്നവരാണ്. വെൽത്ത് ഈസ് നോട്ട് ദ മണി വിച്ച് ഈസ് ഇൻ ദ ബാങ്ക്. വെൽത്ത് ഈസ് യുവർ വെൽത്ത് ഈസ് ദ മണി യു ഗേവ് അവേ ടു ദ പുവർ. മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുത്തതാണ് നിങ്ങളുടെ ധനമെന്ന് പറയുന്നത്. നിങ്ങളുടെ ബാങ്കിലുള്ളതല്ല ധനം. കാരണം അതെടുക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പേ ഈ ലോകത്തിൽ നിന്ന് ചിലപ്പോൾ കടന്നു പോകാം. പക്ഷേ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ധനം ഒരിക്കലും നഷ്ടപ്പെടുവില്ല. പാവപ്പെട്ടവന് കൊടുത്തിരിക്കുന്ന ധനം സ്വർഗത്തിലത് എഴുതപ്പെട്ടിരിക്കുക, അത് സ്വർഗത്തിലെ നിക്ഷേപമായി കൊടുത്തിരിക്കുക. പക്ഷെ ലോക്കറിലിരിക്കുന്നതോ അല്ലെങ്കിൽ ബാങ്കിൽ കിടക്കുന്നതോ നിങ്ങളുടെ പണമല്ല, അതാരെങ്കിലും കൊണ്ടുപോകും. പക്ഷേ നിങ്ങളുടെ സ്വത്തെന്ന് പറയുന്നത് സ്വർഗത്തിൽ ഓൾറെഡി നിങ്ങൾ പാവപ്പെട്ടവന് എന്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച ഓസ്താത്യോസിനിമേനി KM ജോർജനായിരിക്കുമ്പോൾ, അതെ, ജോർജ് കുട്ടി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രസംഗിക്കാൻ പോകുമ്പോൾ അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ള ഉണ്ട്. ഞാനുമൊക്കെ ചൂട്ടുകറ്റയും കെട്ടി ഈ ജോർജ് മാഷിൻ്റെ പ്രസംഗം കേൾക്കാനും ജോർജ് പ്രസംഗം കേൾക്കാനൊക്കെ പിന്നെ പോയിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം ഞാൻ ഇന്നിപ്പോഴും ഓർക്കുന്നുണ്ട്. തമാശയായിട്ട് അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലെ ഒരു വലിയ ധനവാൻ സ്വർഗത്തിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ മാലാഖമാർ സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്താണ് പറഞ്ഞ്, എൻ്റെ വീട് സ്വർഗത്തിൽ ഏതാണെന്ന് കാണാനാണ് ഞാൻ വന്നത്. മാലാഖമാർ പറഞ്ഞു, നീ പോരെ. അപ്പം വലിയ വലിയ സ്വർഗത്തിലെ ഹർമ്മ്യങ്ങളൊക്കെ വീടുകളൊക്കെ കണ്ടപ്പോൾ അതിലെല്ലാം കൊണ്ടുപോയി, ഇതാണോ എൻ്റെ വീട്? അതൊന്നുമല്ല നിൻ്റെ വീട്, അത് വേറൊരാളുടെ. എല്ലാ വീടും കഴിഞ്ഞു അവസാനം എൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അങ്ങേയറ്റത്തൊരു മൂലയിൽ ഒരു ഓലമടലിൻ്റെ ഒരു കീർ വെച്ച് മറച്ചിരിക്കുന്ന ഒരു സ്ഥലം, ഇതാണ് നിൻ്റെ വീട്. ഹേയ്, അതിൻ്റെ എൻ്റെ വീട്, ഞാൻ എത്രയോ കോടി രൂപ കൊണ്ട് ലോകത്ത് ജീവിച്ചത്. അപ്പോൾ പറഞ്ഞതേ, നീ പല കോടികൾ കൊണ്ട് ലോകത്ത് ജീവിച്ചു, പക്ഷേ ഇങ്ങോട്ട് അയച്ചത് ഈ ഒരു കീറും ഓല മാത്രമേ ഉള്ളൂ. അതെന്താ? നിൻ്റെ വീടിൻ്റെ പുറമ്പോക്കിൽ കിടന്ന സ്ത്രീക്ക് പെര കെട്ടാനില്ലാതെ വന്നപ്പോൾ നീ നിൻ്റെ പറമ്പിൽ നിന്ന് ഒരു കീർ ഓല കൊടുത്തായിരുന്നു. അത് നേരെ അവിടുന്ന് ഇവിടെ വന്നിട്ടുണ്ട്, അതിവിടെയുണ്ട്. ഇതാണ് നിൻ്റെ വീട്. ഇത് ഓസ്താദ്യോസിരുമേനി പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ ചാതുര്യമുണ്ട് പറയുന്നത്. ഞങ്ങൾ ഓർമ്മിപ്പിച്ചത്, സ്നേഹിതരെ, നമ്മളൊന്നുമില്ലാത്തവരായി സ്വർഗത്തിലേക്ക് പോകരുത്, എല്ലാം ഉള്ളവരായി സ്വർഗത്തിലേക്ക് പോകണം. അത് നിറഞ്ഞ കൈയോടെ സ്വർഗത്തിലേക്ക് പോകാൻ, സംതൃപ്തിയോടെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ സഹോദരങ്ങളെ സ്നേഹിച്ചിരിക്കണം. സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മെക്കൊണ്ട് കഴിയാവുന്നതിൻ്റെ അങ്ങേയറ്റം മരണം വരെയും ചെയ്തിരിക്കണം. നാം ഓർത്തിരിക്കണം, ബിഷപ്പ് അംബ്രോസ് പറഞ്ഞ, മിലാനിലെ അംബ്രോസ് പറഞ്ഞ വാക്യം, the bosom of the poor, the house of the widows, the mouths of the orphans are the bonds that last ever എന്നാണ് പറയുന്നത്. ഇന്ന് നിലനിൽക്കുന്നതായ ഭണ്ഡാരം അല്ലെങ്കിൽ ട്രഷറി എന്ന് പറയുന്നത് മൗത്ത്സ് ഓഫ് ദി ഓർഫൻസ്, ബോസം ഓഫ് ദ പൂർ ആൻഡ് ഹൗസ് ഓഫ് ദ വിഡോസ്. ഇത് അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല, നമ്മെ ഉത്തേജിപ്പിക്കാൻ പറഞ്ഞതാ ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെയാണ് ലോകത്തിൽ നമ്മുടെ പണം കൊണ്ട് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുക. അതിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുക, അതിന് നമ്മൾ ശ്രമിക്കുകയും ചെയ്താൽ പണം ഒരു പ്രശ്നമല്ല. ഈ കഴിഞ്ഞ 15-20 ദിവസങ്ങൾ കൊണ്ട് സഹോദരൻ എന്നുള്ള പദ്ധതി കഴിഞ്ഞ ഒരു മാസമായി, കഴിഞ്ഞ ഫെബ്രുവരി 12-ാം തീയതി തുടങ്ങിയതാണ്. ഇതിനോടകം ഏതാണ്ട് 50 ലക്ഷം രൂപ നമ്മൾ ഈ സഹോദരൻ പദ്ധതിയിലൂടെ പാവപ്പെട്ടവർക്ക് വീട് വെക്കുന്നതിനും രോഗസൗഖ്യത്തിനാണ് കൊടുത്തു കഴിഞ്ഞു. ഇതെങ്ങനെയാണ് കിട്ടിയത്? ഇനി സഹോദരൻ പദ്ധതിയിൽ 50 ലക്ഷത്തിൽ കൂടുതൽ കിടപ്പുമുണ്ട്. അതിനുള്ള പദ്ധതികളുണ്ട്. എനിക്കവിടെ ഇരുന്നുകൊണ്ട് നേരമില്ല ഇതൊന്ന് അസൈൻ ചെയ്ത് കൊടുക്കാൻ, അതുകൊണ്ട് മാത്രം നടക്കാത്തതാണ്. മലങ്കര സഭയിലെ സഹോദരൻ പദ്ധതിയിലേക്ക്
ഇത്രയും കൂടുതൽ ധനസഹായം ചെയ്ത ആദ്യത്തെ ഭദ്രാസനം ബോംബെയാണ്. 7 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. ഇതുവരെ തന്നത് കഴിഞ്ഞ മാസം വരെ 5 ലക്ഷം രൂപ വരെ തന്ന ഭദ്രാസനം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇനിയും ബോംബെ ബീറ്റ് ചെയ്യാനായിട്ടാണ് ഇനി മറ്റ് ഭദ്രാസനങ്ങൾ തുടങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ ആ വലിയ കൂട്ടായ കാര്യത്തിന്. ഒരു കാര്യവും സംശയിക്കേണ്ട, ഇതെല്ലാം പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ചെന്നിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അവരുടെ ഉന്നതനത്തിനായിട്ട് പോലും ഇതിലൊരു പൈസ പോലും ആർക്കും ചെല്ലില്ല. മലങ്കര സഭയുടെ ജനറൽ അക്കൗണ്ടിൽ വർഷാന്തരം നിങ്ങൾക്കതിൻ്റെ ഓഡിറ്റ് ചെയ്ത കണക്ക് കാണാം, യാതൊരു സംശയവുമില്ല. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ഉത്തരവാദിത്വം കയ്യടിയിൽ നിർത്തരുത്. നിങ്ങൾക്കെല്ലാം ജന്മദിനമുള്ളവരാണ്. ജന്മദിനം ഇല്ലാത്തവരാരെങ്കിലും ഉണ്ട്, കൈവയ്ക്കാൻ മതി. ജന്മദിനമുള്ളവർ ജന്മദിനത്തിന് സഹോദരൻ പദ്ധതിയിലേക്ക് പൈസ കൊടുക്കണം. എൻ്റെ ജന്മദിനത്തിന് ഞാൻ കൊടുത്തിട്ടാണ് പറഞ്ഞത്, മറ്റുള്ളവരും തന്നു. അങ്ങനെയാണ് എന്തത്. എന്തിനാണ് ഇത് ഞാൻ തുടങ്ങി അതിലെ തുടങ്ങണമെന്നുള്ളത് മാത്രമല്ല, നിങ്ങളും അതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ എല്ലാം ഇത് ഒരുമിച്ച് നടത്തണമെന്നല്ല, അവിടെ എനിക്ക് അപേക്ഷ വരുന്നിടത്തെ കൊടുക്കാനും. അതേ സമയത്ത് ഞാൻ പറഞ്ഞത് ഇതേ ഉള്ളൂ, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ സമൂഹം വളരണം, മറ്റ് സഹോദരങ്ങൾ നമ്മളെപ്പോലെയുള്ളവരായി വളരണം. അത് നമ്മൾ ശ്രമിച്ചാൽ നടക്കും. നമ്മളതിനെ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് നമ്മുടെ ഔദാര്യമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. തെയോഫിലോസ് ഓഫ് ആൻറ്റിക്ക് പറഞ്ഞതുപോലെ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവൻ കിടപ്പാടമുള്ളവനായി ഉറങ്ങാൻ സാധിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അവൻ ഓരോ സമയത്തും ആവശ്യമുള്ള ആഹാരം ലഭിക്കേണ്ടത് എൻ്റെ ഔദാര്യമല്ല, എൻ്റെ ഉത്തരവാദിത്വമാണ്. അവൻ്റെ കുഞ്ഞിന് പഠിക്കാനുള്ളതായ പണം കൊടുക്കേണ്ടത് എൻ്റെ ഔദാര്യമല്ല, എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ കഴിഞ്ഞാൽ ഈ ലോകം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ അധികം വളരും. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം വികസന പ്രവർത്തനങ്ങൾ ഈ ഭദ്രാസനത്തിൽ നടത്തുന്നുണ്ട്. പല മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ളവർക്കും മറ്റുള്ളവർക്കൊക്കെ ഉള്ളതായിരിക്കുന്ന അശരണ ആലംബഹീനർക്കായിട്ടുള്ള പദ്ധതികളുണ്ട്. നമ്മൾ ലക്ഷ്യം വെക്കുന്നതായ കാര്യം ഒന്നായിരിക്കണം. ദാരിദ്ര്യം നമ്മുടെ നാട്ടിലുണ്ടാവരുത്. ഗരീബി ഘടാവോ എന്ന് പറയുന്ന 75 വർഷമായി നമ്മൾ കേൾക്കുന്ന സ്ലോഗനാണ്. പക്ഷേ ഒരിടത്തും ഗരീബി ഘടാവോ ആയിട്ടില്ല. എന്താ, ഇന്ന് പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനും സമ്പന്നൻ കൂടുതൽ സമ്പന്നനുമായി തീരുന്നു എന്നുള്ളതാണ്. എത്ര കോടിയാണ് എൻ്റെ ആസ്തി എന്നുള്ളത് ലോകമറിയണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഇന്ന് കോടീശ്വരന്മാരുടെ ഇടയിൽ വലിയ മത്സരമാണ്. എന്നാൽ എത്ര കോടിയാണ് ഞാൻ പാവപ്പെട്ടവന് കൊടുത്തതെന്നുള്ളത് അറിയിക്കാനുള്ള ഒരു വിദ്യയുമില്ല, അല്ലെങ്കിൽ അതിനുള്ള മാർഗവുമില്ല. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? മനുഷ്യത്വം എവിടെയാണ്? മനുഷ്യ മനസ്സ് മരവിച്ചു പോയത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവൻ നിലവിളി കേൾക്കാൻ എൻ്റെ കാത് തുറക്കാത്തത് എന്താണ്? മറ്റുള്ളവരുടെ കഷ്ടത കാണാൻ എൻ്റെ കണ്ണ് തുറക്കാത്തത് എന്തുകൊണ്ടാണ്? തുറക്കാത്ത കണ്ണുകൾ തുറക്കണം, കേൾക്കാത്ത ചെവികൾ കേൾക്കണം. എങ്കിൽ മാത്രമേ ഈ സമൂഹം ഉയരുള്ളൂ. അതിനുള്ളതായ പ്രചോദനത്തോടുകൂടി ഓരോ ഭദ്രാസനവും പ്രവർത്തിക്കണം, ഓരോ ഇടവകയും പ്രവർത്തിക്കണം. ആ ഇടവകയുടെ ചുറ്റുമായിട്ട് പാവപ്പെട്ടവനില്ലാത്തതായ അവസ്ഥ ഉണ്ടാകുവാൻ എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് മലങ്കര സഭയിലെ ഓരോ വൈദികനും ഓരോ ഇടവകയും തീരുമാനിക്കണം. അങ്ങനെയാണ് നമ്മുടെ ദൗത്യമെന്ന് പറയുന്നത്, നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്. എന്താ മിഷൻ? ഇതാണ് നമ്മുടെ മിഷൻ. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണമെന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നുള്ളൂ. വളരെയധികം കാര്യങ്ങൾ പറയാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ അതൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം പറഞ്ഞാലും എനിക്ക് ഈ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. വിവിധ വശങ്ങളെക്കുറിച്ച് പറയാനുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മലങ്കര സഭയ്ക്കൊരു വെല്ലുവിളിയുണ്ട്. ആ മലങ്കര സഭയുടെ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറായാൽ മലങ്കര സഭ ഭാരതത്തിൻ്റെ
ഉത്തുംഗ ശൃംഗത്തിലെ സഭയായി വളരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. നിങ്ങളേവരും ഒത്തു പ്രവർത്തിച്ചാൽ മലങ്കര സഭ എല്ലാ സഭകളെക്കാളും അംഗത്വത്തിൽ ചെറുതാണെങ്കിലും അതിൻ്റെ ആളത്വത്തിൽ അത് വളരാം എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാവട്ടെ. എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി, എല്ലാ ഉപഹാരങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. Thank you, Baba Tirumeni, for your thoughtful words. We pledge our allegiance to the Holy Church and to the throne of St. Thomas. We now invite Reverend Father Thomas Mihalil, the General Convener of the program, to give the vote of thanks. ത്രിയേക ദൈവാതിരനാമത്തിന് മഹത്വം. പരിശുദ്ധ ബാബ തിരുമേനി ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ആശംസകളും അനുബോധനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഏവരുമേ 2 മിനിറ്റ് കൊണ്ട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സഭയെ കാലാകാലങ്ങളിൽ നയിച്ചിട്ടുള്ള എല്ലാ പിതാക്കന്മാർക്കും പ്രണാമം അർപ്പിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിക്ക് നൽകിയ ഈ സ്വീകരണം ഏറ്റവും അനുഗ്രഹകരമാക്കി തീർക്കുവാൻ തക്കവണ്ണം കൃപ നൽകിയ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന കിഴക്കിൻ്റെ കാതോലിക്കായി മലങ്കര മെത്രാപ്പോലിത്തായുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ തിരുമേനി, അങ്ങയ്ക്ക് ഈ മഹാരാഷ്ട്ര ദേശത്തിൻ്റെയും ബോംബെ ഭദ്രാസനത്തിൻ്റെ എല്ലാ ആചാര്യഗണങ്ങളുടെയും വിശ്വാസമൂഹത്തിൻ്റെയും കൂർഭക്തിയും ആദരവും സവിനയം സമർപ്പിക്കുന്നതോടൊപ്പം പൗരാണികമായ ഈ സഭയെ നയിക്കുവാനുള്ള ശക്തിയും കരുത്തും ശേഷിയും ശംഷിയും തേജസ്സും ഓജസ്സും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭദ്രാസനം മുഴുവനും അങ്ങയോടൊപ്പം ഉണ്ട് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഏവരുടെ നാമത്തിലുള്ള ഭക്തി ആദരവ് നിറഞ്ഞതായ നന്ദി തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ അനുമോദന മീറ്റിംഗിൽ ആശംസകൾ നൽകി അലങ്കരിച്ച എല്ലാ പിതാക്കന്മാരോടും രാഷ്ട്രീയ സമുദായ രംഗങ്ങളിൽ പ്രവർത്തിച്ച എല്ലാ വിശിഷ്ട അതിഥികളോടും എല്ലാവരോടും ഈ ബോംബെ ഭദ്രാസനത്തിൻ്റെ നാമത്തിലുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ റിസപ്ഷൻ പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹകരമാകുവാൻ എന്നോടൊപ്പം പ്രവർത്തിച്ച ഈ ഭദ്രാസനത്തിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും കൗൺസിൽ അംഗങ്ങളും മറ്റും എല്ലാവരും ചേർന്ന റിസപ്ഷൻ കമ്മിറ്റിയോടുള്ളതായ നന്ദി പ്രത്യേകം പ്രകാശിപ്പിക്കുന്നു. ഒപ്പം എല്ലാ വൈദികരോടും വിശ്വാസികളോടും ഈ സമ്മേളനത്തിൽ ആരാധന മുതൽ ഇവിടെ സമ്മേളിക്കുന്ന ഇവരോടും ഓൺലൈനിലൂടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇവരോടും നന്ദി പ്രത്യേകമായിട്ട് പ്രകാശിപ്പിക്കുന്നു. വിവിധ സബ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസന ഓഫീസ് അംഗങ്ങൾ, വാശി അരമന ചാപ്പൽ അംഗങ്ങൾ ഉൾപ്പെട്ട എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനത്തോട് നാനാപ്രകാരം സഹകരിച്ചിട്ടുള്ള ഗ്രിഗോറിയൻ TV, കൈരളി TV, മെട്രോ TV, മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയ പത്രാധിപർ, സൗണ്ട് സിസ്റ്റം ഫോട്ടോഗ്രാഫർ, മണ്ഡപം കാറ്റേഴ്സ് എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. ബോംബെ ഭദ്രാസനത്തിലെ എല്ലാ ഇടവാങ്ങളും പ്രത്യേകിച്ച് ഈ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. ഇതിലെ സാമ്പത്തികമായ കാര്യങ്ങളിൽ മലയാള മനോരമ പബ്ലിക്കേഷന് വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ സാമ്പത്തികമായി പല കാര്യങ്ങളും സ്പോൺസർ ചെയ്തിട്ടുള്ളതായ റോയൽ ഫയർ പ്രോഡക്ട്സ്, നാഷണൽ ബിൽഡേഴ്സ്, മുത്തൂറ്റ് ഗ്രൂപ്പ് എന്നിവരുള്ളതായ നന്ദി പ്രത്യേകമായിട്ടും പ്രകാശിപ്പിക്കുന്നു. നന്ദി അവസാനിപ്പിക്കുന്നു. എല്ലാവരും 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. എല്ലാവരും നിൽക്കണം. ബാബ തിരുമേനിക്ക് മലങ്കര സഭയുടെ കാതോലിക്ക ദിനം അഥവാ സഭാദിനം ഇന്ന് നമ്മുടെ ഭദ്രാസനാങ്കണത്തിൽ സഭയുടെ പരമാധ്യക്ഷനും ഇടവ മെത്രാപ്പോലീത്തായുടെ സാന്നിധ്യത്തിൽ നമുക്ക് അണിചേർന്ന് ഉറക്കെ പ്രഖ്യാപിക്കാം. ജയ് ജയ് കാതോലിക്കോസ്, 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 ജയ് ജയ് കാതോലിക്കോസ്. മാർത്തോമായുടെ സിംഹാസനം നീണാൾ വാഴട്ടെ, മാർത്തോമായുടെ സിംഹാസനം നീണാൾ വാഴട്ടെ, മാർത്തോമാ ശ്ലീഹായുടെ 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 സിംഹാസനം നീണാൾ വാഴട്ടെ. ദൈവനാമം മഹത്വപ്പെടും.
വാഴ്ത്തപ്പെടട്ടെ. നന്ദി, നമസ്കാരം. Now we request the deacons from the St. Thomas Orthodox Theological Seminary to lead us with the Catholicate anthem, followed by benediction by His Holiness Baba Dirumeni. के सिंहासन पर आरूढ़ जो धर्म पिता सर्व पूरब के सार्वत्रिक पूज्य पिता हर्षित घोषित हो सर्वदा भक्तों के सिंहासन पर आरूढ़ जो धर्म सर्व पूरब के सार्वत्रिक पूज्य पिता हर्षित घोषित हो सर्वदा श्री यीशु ने शिष्यों को सौंपा श्रेष्ठ पुरोहित शतवर्षों से श्री यीशु ने शिष्यों को सौंपा श्रेष्ठ पुरोहित शतवर्षों से पूज्य विदा पर अर्पित जीवन से होवे जो निर्मल सहस्त्र होवे जो निर्मल सहस्त्र भक्तों के सिंहासन पर आरूढ़ जो धर्म पिता सर्व पूरब के सार्वत्रिक पूज्य पिता हर्षित घोषित हो सर्वदा निर्धन शुभालु के नित्य सहाय रोगी नैराश के आश्रय दाता निर्धन शुभालु के नित्य सहाय रोगी नैराश के आश्रय दाता संदा सहस्त्रों के चरवाह बंतुम ऐश्वर्य संपूर्ण घोषित हो ऐश्वर्य संपूर्ण घोषित हो मर्दों के सिंहासन पर आरूढ़ जो धर्म पिता सर्व पूरब के सार्वत्रिक पूज्य पिता हर्षित घोषित हो सर्वदा मर्दों के सिंहासन पर आरूढ़ जो धर्म पिता सर्व पूरब के सार्वत्रिक पूज्य पिता हर्षित घोषित हो सर्वदा हर्षित घोषित हो सर्वदा हर्षित घोषित हो सर्वदा പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന. ബാറയ്ക്കുമോർ കർത്താവേ, നിന്റെ കൃപയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും
നീ അന്ന് ആഹാരത്തെയും നിന്റെ ഉപയോഗോർത്ത് നിന്നെ സ്തുതിപ്പാനും വന്ദിപ്പാനും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം ഏറ്റവും ധന്യമാക്കിയ ഗാനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഈ ഭദ്രാസനത്തിൻ്റെ ജീവൻധാര ഗായക സുവിശേഷ ഗാന ഗ്രൂപ്പിനോടും അതുപോലെ തന്നെ നാഗപ്പൂർ സെമിനാരിയിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളായ ഷമാശന്മാരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. മലയാള മനോരമയിലെ സപ്ലിമെൻറ്റിൽ സഹകരിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് മുതലായവയൊക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ളവരാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ SN കൺസൾട്ടേഴ്സ് വർഗീസ് ഡാനിയേൽ കമ്പനി അവരുടെ പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കുന്നു.